നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും ഇന്നത്തെ ദിവസം അത് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഇന്ന് എണീക്കാനൊക്കെ മടിയുള്ള ഒരു ദിവസമായിരിക്കുമെന്ന്. പൊതുവെ പുറത്തൊക്കെ നല്ല മഴയായതുകൊണ്ട് മൂടിപ്പൊതിച്ച് കിടന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും കൂടുതലും, അല്ലേ? അപ്പോൾ അങ്ങനെ ഇരുന്നാൽ പറ്റില്ലല്ലോ, പണിക്കൊക്കെ പോകണ്ടേ. അപ്പോൾ ഇന്ന് ഒരുപാട് വാർത്തകളുള്ള ഒരു ദിവസം കൂടിയാണ്. ആ വാർത്തകളിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതുണ്ട്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ശബരിമലയിൽ ഇന്നു മുതൽ കൂടുതൽ നിയന്ത്രണങ്ങൾ. സ്പോട്ട് ബുക്കിംഗ് 20,000 ചുരുക്കി. നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കും. തിരക്ക് നിയന്ത്രിക്കാൻ ദ്രുതകർമ്മസേന സന്നിധാനത്ത്. ചെന്നൈയിൽ നിന്നുള്ള സംഘവും ശബരിമലയിലെത്തും. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യത. കന്യാകുമാരി കടലിന് മുകളിൽ ന്യൂനമർദ്ദം. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുന്നു. വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിയതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് തീരുമാനമെടുക്കും. VM വിനുവിന്റെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്താത്തതിൽ കളക്ടർ റിപ്പോർട്ട് നൽകും. പാലക്കാട് തൃത്താലയിൽ KSUവിൽ പൊട്ടിത്തെറി. സീറ്റ് നൽകിയില്ലെന്നാരോപിച്ച് സ്വതന്ത്രരായി മത്സരിക്കാൻ നേതാക്കൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ CPMഉം CPIയും സുപ്രീം കോടതിയിലേക്ക്. ബീഹാറിൽ നിതീഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞ നാളെ. പ്രധാനമന്ത്രി പങ്കെടുക്കും. NDA നിയമസഭാ കക്ഷി യോഗം ഇന്ന്. അൽഫല സർവകലാശാല ചെയർമാൻ അറസ്റ്റിൽ. ED അറസ്റ്റ് കള്ളപ്പണ നിരോധന നിയമപ്രകാരം. നടപടി ചെങ്കോട്ട സ്ഫോടന കേസിൽ സംശയനിഴലിൽ നിൽക്കെ ED നീക്കം UGCയുടെയും നാക്കിന്റെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ. അമേരിക്കയിൽ വൻ നിക്ഷേപത്തിനൊരുങ്ങി സൗദി അറേബ്യ. $1 ട്രില്യൺ നിക്ഷേപിക്കും. സൗദിക്ക് F-35 വിമാനങ്ങൾ അമേരിക്ക നൽകും. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ US സന്ദർശനം തുടരുന്നു. കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങൾ കുറയുന്നുവെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ. ആക്രമണത്തോത് കൂടുന്നുവെന്ന പ്രചാരണം പാമ്പുകടിയും കണക്കിൽപ്പെടുത്തുന്നതുകൊണ്ട് വനവകുപ്പിന് വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും പ്രമോദ് G. കൃഷ്ണൻ ന്യൂസ് 18നോട്. മിൽമയിൽ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാൻ നീക്കം. നാളെ ജീവനക്കാരുടെ സംഘടനകളുടെ യോഗം. AITUC-യിൽ പെട്ട ഉന്നത ഉദ്യോഗസ്ഥർക്ക് കാലാവധി നീട്ടിക്കൊടുക്കാൻ ശ്രമമെന്നാരോപണം. എതിർക്കാൻ CITU. വാർത്തകളിലേക്ക് വിശദമായി വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ശബരിമലയിലേക്കാണ്. ശബരിമലയിൽ ഇന്നലെ വലിയ തരത്തിലുള്ള തിരക്കുകളൊക്കെ അനുഭവപ്പെട്ടിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താണെന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. തീർത്ഥാടകരുടെ തിരക്ക് കണക്കിലെടുത്ത് ശബരിമലയിൽ ഇന്ന് മുതൽ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്പോട്ട് ബുക്കിംഗ് 20,000 കുറച്ചു. നിലയ്ക്കലാണ് ഇനി മുതൽ പ്രധാന സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രം ഉണ്ടാവുക. 2.25 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് 3 ദിവസം ദർശനം നടത്തിയത്. NDRF സംഘം ഇന്ന് സന്നിധാനത്തെത്തും. കൂടുതൽ വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ വലിയ തരത്തിലുള്ള തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. അതിന്ന് നിയന്ത്രണ വിധേയമാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞു. സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം കുറയ്ക്കുന്നു. അതുപോലെ തന്നെ NDRF സംഘം എത്തുന്നു. ഇന്ന് എങ്ങനെയാണ് തിരക്ക് അനുഭവപ്പെടുന്നത്? ഇന്നലത്തേതിലും കുറവുണ്ടോ? അനുശ്രീ, ഇന്നിപ്പോൾ ശബരിമലയിൽ ഒരു ഭീതിതമായ സാഹചര്യമില്ല. കഴിഞ്ഞ ദിവസത്തെ സ്ഥിതി നമ്മൾ കണ്ടതാണ്. ആ സ്ഥിതിക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്. തിരക്ക് നിയന്ത്രണ വിധേയമാണ്. പുലർച്ചെ 3 മുതൽ തന്നെ ദർശനത്തിന് ഭക്തർ എത്തുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് സന്നിധാനത്തുള്ള ക്യൂ കോംപ്ലക്സ് ആണ്. അതായത് ഫ്ലൈ ഓവർ വഴി ദർശനത്തിന് സോപാനത്തിന് മുന്നിലേക്ക് എത്തുന്ന ഒരു ക്യൂ ആണ് നമ്മൾ കാണുന്നത്. തൊട്ട് പിറകിലെ ക്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അങ്ങനെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. കഴിഞ്ഞ ദിവസമാകട്ടെ ആ ഭാഗത്തെല്ലാം തന്നെ തിങ്ങി നിറഞ്ഞ നിലയിലായിരുന്നു അയ്യപ്പ ഭക്തർ ഉണ്ടായിരുന്നത്. ഇന്ന് ആ നിലയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയാണ് ദേവസ്വം ബോർഡും പോലീസും. നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നത് 70,000 പേർക്ക് വെർച്വൽ ക്യൂ വഴിയും 20,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗിലൂടെ അങ്ങനെ 90,000 പേർക്ക് ഒരു ദിവസത്തെ ദർശനം എന്നത് തീരുമാനിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസത്തെ എണ്ണം അതൊന്നുമല്ല. ഇപ്പോൾ ഈ 3 ദിവസത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 3 ലക്ഷത്തിന് മുകളിൽ ആളുകൾ ദർശനം നടത്തി എന്നത് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം ഒരു വ്യാഖ്യാനമുണ്ടായത് കാട്ടിലൂടെയും മറ്റും
ആളുകൾ സന്നിധാനത്തേക്ക് എത്തി എന്നതാണ്. പക്ഷേ ആ കണക്കും അങ്ങനെ എത്ര പേരെത്തിയാലും ഇത്ര അധികം ജനങ്ങൾ ഇവിടെ വരുന്നതിനുള്ള സാധ്യതയില്ല. അവിടെയാണ് ഈ കണക്കിൽ ചില പൊരുത്തക്കേടുകൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം PRD പുറത്തുവിട്ട കണക്ക് 2 ദിവസം കൊണ്ട് 1,97,000 എന്നതായിരുന്നു. പക്ഷേ അതിനൊക്കെ എത്രയോ മുകളിലായിരുന്നു ഇവിടെ എത്തിയ അയ്യപ്പ ഭക്തരുടെ എണ്ണം. അതുകൊണ്ട് തന്നെ ഈ സ്പോട്ട് ബുക്കിംഗ് അല്ലെങ്കിൽ വിർച്വൽ ക്യൂ വഴി രജിസ്റ്റർ ചെയ്യുന്ന ആളുകളെ ക്രമാതീതമായി ആ വിർച്വൽ ക്യൂവിന്റെ കണക്കുകളിൽ ചില പൊരുത്തക്കേടുകൾ ചിലർ പറയുന്നുണ്ട്. ഓൺലൈൻ ഒരേ നമ്പർ തന്നെ ചിലപ്പോൾ പല ആളുകൾക്ക് പോകുന്നുണ്ടോ എന്ന ചില സംശയം. അതോടൊപ്പം തന്നെ അനിയന്ത്രിതമായ സ്പോട്ട് ബുക്കിംഗ് അത് കഴിഞ്ഞ ദിവസം ADGPയും വ്യക്തമാക്കിയതാണ്. 20,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് എന്ന ഒരു തീരുമാനമുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് 37,000 പേർ ആദ്യത്തെ ദിവസം തന്നെ 20,000 എന്ന സംഖ്യ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 5 മണിക്കാണ്, വൈകിട്ട് 5 മണിക്കാണ് നട തുറന്നത്. ആ 5 മണിക്ക് നട തുറന്നിട്ട് മാത്രം 20,000 എന്ന സംഖ്യ രാത്രി 11 മണിക്ക് നട അടയ്ക്കുമ്പോഴേക്കും 37,000 എന്ന നിലയിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മുഴുവൻ സമയവും നട തുറന്നിരിക്കുമ്പോൾ പുലർച്ചെ 3 മണി മുതൽ രാത്രി 11 വരെയുള്ള മുഴുവൻ സമയവും അങ്ങനെ പൂജാ കർമ്മങ്ങളും മറ്റ് നടപടികളുമായി ശബരിമല പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്ന സമയത്ത് എത്രമാത്രം ആളുകൾ അങ്ങനെ വരും എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിനൊക്കെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികളിലേക്കാണ് പോലീസും ദേവസ്വം ബോർഡും എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പോലീസ് അല്ലെങ്കിൽ കാര്യമായി ആക്ട് ചെയ്തില്ല, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ നടപടികളൊന്നും തന്നെ ഫലപ്രദമായില്ല. ജീവനക്കാർ ഇതുവരെ അവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സന്നിധാനത്തേക്ക് എത്തിയിട്ടില്ല, പല കരാറുകളും കൊടുത്തിട്ടില്ല തുടങ്ങി ഒട്ടനവധി പരാതികൾ. അത് പരാതികൾ മാത്രമായിരുന്നില്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ ഇന്നലെ വെളിപ്പെടുത്തിയതാണ്. പല കാര്യങ്ങളിലും പോരായ്മയുണ്ട്. ഈ സന്നിധാനത്ത് നട തുറന്ന് അല്ലെങ്കിൽ ശബരിമല സീസൺ ആരംഭിക്കുമ്പോഴേക്കും പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്. 20 ഇടങ്ങളിലാണ് വിശ്രമ കേന്ദ്രങ്ങളുള്ളത്. പമ്പ മുതൽ സന്നിധാനം വരെ 20 ഇടങ്ങളുണ്ട്. ആ ഇടങ്ങളിലെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടില്ല. ഇനിയും 2 ദിവസം, അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഇനിയും 2 ദിവസം ഒരുപക്ഷെ വേണ്ടിവരുന്നു. പക്ഷെ അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇന്നലെ കൊണ്ട് തന്നെ പരമാവധി സാഹചര്യം മാറ്റിക്കൊണ്ട് അയ്യപ്പ ഭക്തർക്ക് കുടിവെള്ളവും ഭക്ഷണവും കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയിട്ടുള്ള സംവിധാനങ്ങൾ അത് ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്ക് മാറ്റുന്നതിന് ഇന്നലത്തെ ഒരു സാഹചര്യം ഇട നൽകി. മറ്റൊന്ന് ഈ NDRF സംഘം എത്തിയ കാര്യമാണ്. ഇന്ന് പുലർച്ചയോടുകൂടി തൃശൂരിൽ നിന്നുള്ള ആദ്യത്തെ സംഘം 35 പേരടങ്ങുന്ന ആദ്യ സംഘമാണ് ഇപ്പോൾ ശബരിമലയിൽ എത്തിയിട്ടുള്ളത്. അവർ അല്പസമയത്തിനുള്ളിൽ തന്നെ ഡ്യൂട്ടിയിൽ പ്രവേശിക്കും. കേന്ദ്ര സർക്കാരാണ് അവരെ അയക്കേണ്ടത്. സംസ്ഥാനം കത്തയച്ചിട്ടും എന്തുകൊണ്ട് NDRFന്റെയും RIFന്റെയും സംഘാംഗങ്ങളെ ഇവിടേക്ക് എത്തിച്ചില്ല എന്നൊരു ചോദ്യം കൂടി അവശേഷിച്ചിരുന്നു. തൃശൂരിൽ നിന്നുള്ള NDRFന്റെ ആദ്യ സംഘമാണ് ശബരിമലയിൽ എത്തിയിട്ടുള്ളത്. ഇനി ഒരു 40 അംഗ സംഘം ചെന്നൈയിൽ നിന്ന് കൂടി എത്തേണ്ടതുണ്ട്. അവർ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ക്രൗഡ് മാനേജ്മെന്റാണ് അവരുടെ പ്രധാനപ്പെട്ട ചുമതല. കേരള പോലീസിനേക്കാൾ കുറച്ചുകൂടി ഫലപ്രദമായ രീതിയിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന പരിശീലനം സിദ്ധിച്ച സേനാ വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ NDRF കൂടി എത്തുന്നതോടെ ഇപ്പോഴത്തെ സ്ഥിതിക്ക്, അതായത് കേരള പോലീസ് മാത്രമാണ് ഇപ്പോൾ തിരക്ക് നിയന്ത്രിക്കുന്നത്, ആ ഒരു സ്ഥിതിക്ക് മാറ്റമുണ്ടാകും. ഏതായിരുന്നാലും ഇപ്പോൾ ശബരിമലയിൽ സ്ഥിതി ശാന്തമാണ്, തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഭക്തർക്ക് വളരെ സുഗമമായി തന്നെ ദർശനം പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അനുശ്രീ, വിനോദ്, അതുപോലെ തന്നെ ദർശനത്തിനായി എത്തുന്നവർ ക്യൂ നിൽക്കാതെ എത്തുന്നു എന്നൊരു പരാതിയൊക്കെ ഇന്നലെ ഉയർന്നിരുന്നു. ഈ NDRF സംഘം എത്തുന്നതോടെ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലേ? തീർച്ചയായും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ക്യൂവിൽ അതിക്രമിച്ച് പല സ്ഥലങ്ങളിൽ നിന്ന് അതിക്രമിച്ച് കയറുക എന്നതാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായി കണക്കാക്കുന്നത് ശരി, ശബരിമലയിൽ ദർശനം തുടരുകയാണ്. നിലയ്ക്കലിലാണ് ഇനി മുതൽ പ്രധാന സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രമുണ്ടാവുക എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. NDRF സംഘം ഇന്ന് ശബരിമലയിലേക്ക് എത്തിയിരിക്കുകയാണ്. തിരക്ക് നിയന്ത്രിക്കാൻ NDRF സംഘം എത്തുന്നതോടെ സാധിക്കുമെന്ന് തന്നെ കരുതണം. ഇത്രയും ദിവസം പോലീസായിരുന്നു തിരക്ക് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. പലരും ക്യൂ നിൽക്കാതെ അടക്കം ശബരിമലയിൽ ദർശനത്തിനായി എത്തുന്നു എന്നുള്ള പരാതികളൊക്കെയായിരുന്നു ഇന്നലെ ഉയർന്നിരുന്നത്. അതൊക്കെ തന്നെ ആയിരിക്കാം നിയന്ത്രിക്കാനാകാത്ത വിധത്തിലുള്ള തിരക്കുണ്ടാവാനുള്ള കാരണം എന്നൊക്കെ തന്നെ കരുതാം. വിനോദ് തുടരുന്നുണ്ട്. ശ്രീ, ആ തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലയ്ക്കലേക്ക് പൂർണ്ണമായും ഇതിന്റെ സ്പോട്ട് ബുക്കിംഗിന്റെ പ്രധാന കേന്ദ്രമായി നിലയ്ക്കൽ മാറുകയാണ്. പ്രത്യേകിച്ച് പമ്പ
പമ്പയിൽ നിന്ന് മാറ്റിക്കൊണ്ട് നിലയ്ക്കലേക്ക് കേന്ദ്രീകരിക്കാനുള്ള സാഹചര്യമാണ്. എന്നാൽ മറ്റിടങ്ങളിലൊക്കെയുള്ള സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളുണ്ട്, അതെല്ലാം ആ നിലയിൽ തന്നെ പ്രവർത്തിക്കും, അതിന് മാറ്റമുണ്ടാകില്ല. അതേസമയം ഈ പമ്പയിലേക്ക് അനിയന്ത്രിതമായി ആളുകൾ എത്തുന്ന സ്ഥിതി അതിന് മാറ്റമുണ്ടാക്കും. കാരണം പമ്പയിൽ എത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സന്നിധാനത്തേക്ക് എത്തുക എന്ന ഒരു രീതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പമ്പ സ്നാനം കഴിഞ്ഞാൽ അവർ പരമാവധി 1 മണിക്കൂറൊക്കെ ആയിരിക്കും കാത്തു നിൽക്കുക. അത് കഴിഞ്ഞാൽ സാധാരണ നിലയിൽ നീലിമല വഴിയുള്ള പാതയിലൂടെയും അല്ലെങ്കിൽ സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ്. ഈ 2 റോഡിലൂടെയും പോലീസ് കയറ്റിവിട്ടില്ലെങ്കിൽ മറ്റു വഴികളിലൂടെ, അത് വനമേഖലയാണ്, പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് ഈ പ്രധാന പാതകളിലേക്ക് വന്നിറങ്ങി 5 കിലോമീറ്ററാണ് പമ്പ മുതൽ സന്നിധാനം വരെ ഉള്ളത്. ഇതിൽ 2-3 കിലോമീറ്റർ കാട്ടിനുള്ളിലൂടെ സഞ്ചരിച്ച് അവർ പിന്നീട് ഈ പ്രധാന പാതയിലേക്ക് വന്നു കയറും. അവിടെയൊന്നും തന്നെ പോലീസിന് തടയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകില്ല. ഇത്രയും 5.5 കിലോമീറ്ററിൽ സേനയെ വിന്യസിക്കുക എന്നത് പ്രായോഗികമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇവരെവിടെ ഏത് വഴിയിലൂടെ ആയിരിക്കും ഈ പ്രധാന പാതയിലേക്ക് കയറുക എന്നത് കണ്ടെത്താൻ പ്രയാസമായിരിക്കും. എങ്കിലും അങ്ങനെയുള്ള ചില സ്പോട്ടുകളുണ്ട്. അവിടെയെല്ലാം തന്നെ പോലീസിനെ നിയോഗിക്കാനാണ് കഴിഞ്ഞ ദിവസം തീരുമാനിച്ചത്. NDRFനെയും അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ, ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്ക് അവരെ നിയോഗിക്കുന്നതടക്കമുള്ള നടപടികളുണ്ടാകും. കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ബെയിലി പാലം വഴി കടത്തിവിടുന്നു. മാളികപ്പുറം വഴിയുള്ള ഫ്ലൈ ഓവറിലൂടെ ദർശനത്തിന് ആളുകൾ എത്തുന്നു. മാധ്യമപ്രവർത്തകരും ഒഫീഷ്യൽസും കയറുന്ന പടിക്കെട്ടുണ്ട്. ആ പടിക്കെട്ടിലൂടെ അയ്യപ്പന്മാർ ഇരുമുടിക്കെട്ടുമായി കയറുന്ന സാഹചര്യം. ഇരുമുടിക്കെട്ടുമായി വരുന്നവർ 18ാം പടി കയറിയാണ് വരുന്നത്. പക്ഷേ ഇന്നലത്തെ തിരക്ക് അധികരിച്ചതോടുകൂടി പോലീസ് തന്നെ അവരെ ഈ സൈഡിലെ പടിക്കെട്ട് വഴി കയറ്റുകയായിരുന്നു. അതൊരു വലിയ അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾക്കും കുട്ടികൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഇതുവഴി നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന പ്രദേശം വഴി ശ്രീകോവിലിന് മുന്നിലേക്ക് വരാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടായി. നമുക്ക് ആ ദൃശ്യം കാണാം. ആ പടിക്കെട്ടിലൂടെയാണ് കടന്നു വരുന്നത്. 18ാം പടി നമ്മൾ നേരത്തെ കണ്ട ദൃശ്യമാണ്. നമ്മളിപ്പോൾ കാണുന്ന ക്യാമറയുടെ പിറകുവശത്താണ് ഇപ്പോൾ ഈ ആളുകൾ കയറി വരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കയറി വരുന്നതാണ്. മാധ്യമപ്രവർത്തകരും ഒഫീഷ്യൽസും കയറി വരുന്നു. മറ്റ് ജീവനക്കാരും ഒക്കെ കയറി വരുന്ന, ജഡ്ജിമാരോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികളോ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരോ ഒക്കെ കയറി വരുന്ന വഴിയാണ് ആ വഴി. ആ വഴിയിലൂടെ ഇന്നലെ ഈ അനിയന്ത്രിതമായ തിരക്ക് കാരണം ഇരുമുടിക്കെട്ടുമായി വന്ന ആളുകളെ കയറ്റിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ കാണുന്നത് ഈ പരമ്പരാഗതമായ വഴിയിലൂടെ വരുന്ന അയ്യപ്പ ഭക്തരാണ്. ഈ 18ാം പടിയിലൂടെ കയറി ഫ്ലൈ ഓവർ വഴി ചുറ്റി വരുന്ന ആളുകളാണ്. ഈ ഭക്തർ ഇവിടെ വന്ന് നേരെ ശ്രീകോവിലിലേക്ക് മുന്നിലേക്ക് പോകുന്നു. അവിടെ ദർശനം കഴിഞ്ഞാണ് അവർ വിരികളിലേക്ക് പോകുന്നത്. അവർക്ക് ഇവിടെ വിരി എടുക്കാനുള്ള സംവിധാനമുണ്ട്, അവർക്ക് വിശ്രമിക്കാനുള്ള കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു. ഇന്നലെ സംഭവിച്ച മറ്റൊരു കാര്യം, ഇങ്ങനെ വന്ന് ദർശനം പൂർത്തിയാക്കി മല ഇറങ്ങേണ്ട ഭക്തർ മല ഇറങ്ങാതെ ഇവിടെ തങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അത് നിയന്ത്രിക്കുന്നതിനും ആവശ്യമായ സംവിധാനം ഉണ്ടായിരുന്നില്ല. തുടക്കമാണ്, മണ്ഡലകാലത്തിന്റെ തുടക്കമായതുകൊണ്ട് തന്നെ കർശനമായ നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു പ്രാവശ്യം ദർശനം നേടുന്ന ഭക്തൻ തന്നെ ആവർത്തിച്ച് 2-3 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ദർശനം തേടാൻ വേണ്ടി ഇവിടെ നിൽക്കുന്ന ആളുകളുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. അവർ ഈ ഒരു ഭക്തി കൊണ്ട് തന്നെയാണ് അവരിങ്ങനെ മനഃപൂർവ്വം നിൽക്കുന്നതല്ല. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോഴുള്ള ഒരു പ്രശ്നം, ഇവിടെ ആൾക്കൂട്ടം വർദ്ധിക്കുകയും വരുന്ന ആളുകൾ കയറുകയും ചെയ്യും. അങ്ങനെ നിയന്ത്രിക്കാനാകാത്ത വിധം സന്നിധാനത്ത് തിരക്ക് കൂടുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തവണ ദർശനം പൂർത്തിയാക്കിയ ആളുകളെ മല ഇറക്കാൻ കൂടി ശക്തമായി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്ന ക്രമീകരിക്കുക, അത് ഏർപ്പെടുത്തുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ADGP വ്യക്തമാക്കിയിരുന്നു. ഇന്നിപ്പോൾ NDRFന്റെ സംഘം വന്നിട്ട് പോലീസുണ്ട്. തിരക്ക് കഴിഞ്ഞ ദിവസത്തെ പോലെ തിരക്കുണ്ടെങ്കിൽ അത് നിയന്ത്രണ വിധേയമാണ്. കൃത്യമായി തന്നെ ഭക്തരെ കയറ്റിവിടാൻ കഴിയുന്നുണ്ട്. നമുക്കിപ്പോൾ കാണാം ക്യൂ കോംപ്ലക്സിൽ ഫ്ലൈ ഓവറിൽ അത്യാവശ്യം തിരക്കുണ്ടെങ്കിലും ആ തിരക്ക് അനങ്ങുന്നുണ്ട്. അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള തിരക്കാണ്. കൂടുതൽ ആളുകളെ പമ്പയിൽ നിന്ന് കയറ്റിവിടുന്നില്ല. നിലയ്ക്കൽ സൗകര്യമൊരുക്കി അവിടെ ആളുകൾക്ക് വിശ്രമിക്കാനും അവർക്ക് ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ട് അവരുടെ സമയമാകുമ്പോൾ മാത്രം അവരെ പമ്പയിലേക്ക് കടത്തിവിടുക, അല്ലാതെ നിലയ്ക്കൽ നിന്ന് മുഴുവൻ ആളുകളെയും പമ്പയിലേക്ക് കടത്തിവിടാതിരിക്കാനുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അനുശ്രീ. ശരി, VV വിനോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഇനി മുതൽ പ്രധാന സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രം അത് നിലയ്ക്കലായിരിക്കും എന്നൊക്കെയായിരുന്നു ഇന്നലെ അറിയിപ്പുണ്ടായിരുന്നത്. 2.25 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് 3 ദിവസത്തിനകം ദർശനം നടത്തിയത്. വിനോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ, ചെങ്കോട്ട സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് സംശയ നിഴലിൽ നിൽക്കെ അൽഫല സർവകലാശാല ചെയർമാൻ അറസ്റ്റിൽ. കള്ളപ്പണ നിരോധന നിയമപ്രകാരമായിരുന്നു ED അറസ്റ്റ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെയും നാഷണൽ അസസ്മെന്റ് അക്രഡിറ്റേഷൻ കൌൺസിലിന്റെയും പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, ഇത്തരമൊരു സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് സംശയ നിഴലിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ
സർവകലാശാല ചെയർമാൻ അറസ്റ്റിലാകുന്നു. അതും ഈ സ്ഫോടനവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? അനുശ്രീ, തീർച്ചയായിട്ടും ജവാദ് അഹമ്മദ് സിദ്ദിഖി എന്ന് പറയുന്ന ഈ അൽഫല യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാണ് ഇപ്പോൾ ED പിടികൂടിയിരിക്കുന്നത്. ഇയാളിൽ നിന്ന് 48 ലക്ഷം രൂപ ഇൻ ഹാൻഡായിട്ട് കയ്യിൽ 48 ലക്ഷം രൂപ ഇയാളിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. മാത്രമല്ല പല രേഖകളും ഇയാളുടെ വീടും ഈ അൽഫല യൂണിവേഴ്സിറ്റിയുടെ ഓഫീസും സെർച്ച് ചെയ്തപ്പോൾ EDക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ ഒരു പരിശോധനയാണ് ഉച്ചയോടെ അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടി ചാൻസലറിന്റെ അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയത്. ഇയാൾ 1995 മുതൽ തന്നെ ഈ അൽഫല യൂണിവേഴ്സിറ്റിയുടെ ട്രസ്റ്റി ആയിട്ട് ഇരിപ്പുണ്ട് എന്നുള്ളതാണ് EDക്ക് ലഭിച്ച വിവരം. അതനുസരിച്ച് ഇയാളെ ചോദ്യം ചെയ്യുമ്പോഴടക്കം ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. മാത്രമല്ല ഇയാൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രദേശത്ത് വെച്ചിട്ടാണ് 72 ഏക്കർ വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഇതിനകത്ത് വെച്ചിട്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ പദ്ധതിയിട്ടതെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നതിന് പിന്നാലെയാണ് ED അൽഫല യൂണിവേഴ്സിറ്റിയുടെ നേതാക്കളിലേക്ക് അൽഫല യൂണിവേഴ്സിറ്റി നയിക്കുന്ന ട്രസ്റ്റുകളിലേക്ക് അന്വേഷണം നീട്ടിയത്. അങ്ങനെയാണ് ജവാദ് അഹമ്മദ് സിദ്ദിഖി എന്ന് പറയുന്ന ഇയാളിലേക്ക് അന്വേഷണം എത്തുന്നതും 48 ലക്ഷം രൂപയോളം ഇയാളുടെ കയ്യിൽ നിന്ന് പിടികൂടിയതും. ഒരു പ്രധാനപ്പെട്ട കാര്യം 20 ലക്ഷം രൂപയോളമാണ് ഈ ഭീകരപ്രവർത്തകർ അവരുടെ കൈവശം വെച്ചിട്ട് ഇത്തരം ഈ സ്ഫോടക വസ്തുക്കൾ അതിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ ഉൾപ്പെടെ ഉപയോഗിച്ചതെന്ന് അറിയുന്നു. അങ്ങനെ അവരുടെ കൈവശം 20 ലക്ഷത്തോളം രൂപയുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഈ ബാങ്ക് ത്രൂ അല്ലാണ്ട് മറ്റു രീതിയിലുള്ള ഇടപാടുകൾ നടത്തുന്നതായിട്ടുള്ള വിവരങ്ങൾ EDക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ കോളേജിന്റെ വെബ്സൈറ്റിൽ NAAC അക്രഡിറ്റേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അത്തരത്തിലൊരു അക്രഡിറ്റേഷനും ഈ കോളേജിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പിന്നീട് അന്വേഷണത്തിൽ തെളിവായി. പിന്നെ എന്തുകൊണ്ട് ഇവർ കളവ് പറഞ്ഞു? മാത്രമല്ല ഇവർ കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ട്, ഈ കോളേജിന്റെ പുറത്ത് കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ആ ഒരു സംശയത്തിലേക്ക് വരാൻ കാരണം ഈ കോളേജിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഇവരുടെ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള വരവുകളും അതുപോലെ ഈ ട്രസ്റ്റുകളുടെ കാര്യങ്ങളും അവരുടെ വരവും വെച്ച് നോക്കുമ്പോൾ ഈ കോളേജിനുണ്ടായ വളർച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. ഇത്രത്തോളം വളർച്ച ഉണ്ടാകാനുള്ള ഒരു വരുമാനം ഈ കോളേജിന് വരാനോ ഈ കോളേജിൻ്റെ ട്രസ്റ്റുകൾക്കോ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ കോളേജ് 72 ഏക്കറിലേക്ക് വളർന്നു പന്തലിച്ചതും മെഡിക്കൽ കോളേജൊക്കെ ആയതുമൊക്കെ എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള സംശയം EDക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ എത്തിയതും. നേരത്തെ NIA ആണ് ഈ കോളേജും പരിസരവും പരിശോധിച്ചത്. ഇവിടുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ ഭീകരപ്രവർത്തനവുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ NIAയും പോലീസ് സംഘവും എല്ലാം പരിശോധന നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആ കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അതുപോലെ മറ്റ് ഡോക്ടർമാരും NIAയുടെ നിരീക്ഷണത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് ED കൂടി ഇപ്പോൾ ഈ ഒരു കോളേജുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് എത്തിയതും അതിൻ്റെ ചാൻസലറായിട്ടുള്ള 2011 വർഷമായി ഈ കോളേജിൻ്റെ ചാൻസലറായിട്ടുള്ള ജവാദ് അഹമ്മദ് സിദ്ദിഖിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും ഇയാളിൽ നിന്ന് 48 ലക്ഷം രൂപയോളം പണമായി തന്നെ പിടികൂടി എന്നുള്ളതാണ്. കാരണം നമുക്ക് പറയാം ഒരു 2 ലക്ഷത്തിന് മുകളിൽ കൈവശം വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിനപ്പുറം 48 ലക്ഷത്തോളം രൂപ ഇയാൾ കൈവശം വെച്ചിരുന്നു. ആ പണത്തിൻ്റെ സോഴ്സ് ഏതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം EDയുടെ അന്വേഷണ പരിധിയിൽ വരും. മാത്രമല്ല NAAC അക്രഡിറ്റേഷൻ അതുപോലെ കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട് ചില കാര്യങ്ങൾ ഇയാൾ ചെയ്തിരുന്നു എന്നുള്ള കാര്യങ്ങളും സൂചനകൾ ഇന്നലത്തെ പരിശോധനയിൽ EDക്ക് ലഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ അൽഫല യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ അവിടുത്തെ മെൻസ് ഹോസ്റ്റലാണ് ഈ ആളുകൾ ഉമർ നബി അടക്കമുള്ള ആളുകൾ മുസ്മുൽ ഷക്കീലും ഷഹീൻ സയ്യിദും ഒക്കെ ഉപയോഗിച്ചിരുന്നതെന്നുള്ളതാണ്. അവിടുത്തെ മെൻസ് ഹോസ്റ്റലിലെ അഭിലാഷ്, അതുപോലെ തന്നെ ഈ സ്ഫോടനമുണ്ടായതിന്റെ തുടക്കം തൊട്ട് നമുക്കൊക്കെ ഉയരുന്ന ഒരു സംശയമാണ് ഇതിന് പിന്നിൽ ഈ ഭീകരപ്രവർത്തനം നടത്താൻ പണം എവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത്. അതിനൊക്കെ പിന്നിൽ ഇവരുണ്ടായിരിക്കാം എന്ന് സംശയമുണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ അറസ്റ്റ് ചെയ്ത ജാവേദിന്റെ സഹോദരൻ അദ്ദേഹവും കഴിഞ്ഞ ദിവസം ഇതേപോലെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരൊക്കെ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു ഇടം കൂടിയായിരുന്നു ആ കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള ഒരു മുന്നൊരുക്കം അത് അവിടെ വെച്ച് തന്നെയായിരുന്നു നടന്നത് എന്ന് വേണോ കരുതാൻ? അനുശ്രീ, ഈ 48 ലക്ഷം രൂപ പിടിച്ചതും നേരത്തെ 20 ലക്ഷം രൂപ ഇവർ ഉപയോഗിച്ചതുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇവർക്ക് ഈ ഉമറുൻ നബിക്കും സംഘത്തിനും പണം ലഭിച്ചിരുന്നത്. ആ പണം ലഭിച്ചതിൻ്റെ സോഴ്സ് ഈ ജവാദ് അഹമ്മദ് സിദ്ദിഖിയും അയാളുടെ കൂട്ടാളികളും ഈ കോളേജിൻ്റെ പ്രധാനപ്പെട്ട ആളുകളും തമ്മിൽ ചേർന്നുകൊണ്ടാണോ ഇത്തരത്തിൽ പണം ഇവർക്ക് ഭീകരപ്രവർത്തനങ്ങൾക്ക് ലഭിച്ചിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് പ്രധാനമായും അന്വേഷണം നടക്കുക. EDയും ഈ ഒരു രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഒരു
കോളേജിനകത്ത് അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നിട്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവർക്ക് അതിനുള്ള പണം ലഭിക്കണം. ആ പണം എവിടുന്ന് ലഭിച്ചു എന്നുള്ള കാര്യത്തിലേക്ക് അന്വേഷണം നടക്കുമ്പോഴാണ് കോളേജുമായി ബന്ധപ്പെട്ട് കോളേജിൻ്റെ പശ്ചാത്തലം അന്വേഷിക്കുന്നത്. അങ്ങനെ കോളേജിൻ്റെ പശ്ചാത്തലം അന്വേഷിക്കുമ്പോഴാണ് കഴിഞ്ഞ 20 വർഷത്തോളം 30 വർഷത്തോളമായി ഈ കോളേജിന് ലഭിക്കുന്ന വരുമാനത്തെക്കാൾ വലിയ വളർച്ച കോളേജിനുണ്ട്. അപ്പോൾ ആ പണം എവിടുന്ന് ലഭിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ വരുന്നത്. അപ്പോഴാണ് ഈ ചാൻസലറിൻ്റെ വീട് പരിശോധിക്കുന്നതും അയാളിൽ നിന്ന് 48 ലക്ഷം രൂപ പിടിക്കുന്നതും. മാത്രമല്ല ഇതിൻ്റെ മറ്റൊരു ലിങ്ക് എന്ന് പറയുന്നത് ഈ ഉമർ നബിക്ക് തുർക്കിയുമായി ചില ബന്ധങ്ങളുണ്ട്. തുർക്കിയിലെ ചില ഹാൻഡിലുകളുമായി ഇയാൾക്ക് ബന്ധമുണ്ട്. അവിടുന്ന് പണം ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ, ഈ പണം തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്താൻ, അതായത് ഈ ഈ ഉമർ നബി സംഘത്തിന് കയ്യിലെത്താൻ ഈ കോളേജ് ഒരു ഭാഗമാക്കുന്നുണ്ടോ, കോളേജിൻ്റെ സംഘടനയും അവിടുത്തെ ട്രസ്റ്റും ആ ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് വഴി ഇവർക്ക് തുർക്കിയിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ പണം എത്തുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിലുണ്ട്. അങ്ങനെ നടത്തുന്ന ഒരു അന്വേഷണത്തിനിടെയാണ്, പരിശോധനയ്ക്കിടെയാണ് ഇയാളുടെ കയ്യിൽ നിന്ന് 48 ലക്ഷം രൂപ പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ജവാദ് അഹമ്മദ് സിദ്ദിഖി എന്ന് പറയുന്ന ഈ അൽഫല യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറിന് ഉമർ നബിയും സംഘത്തിനുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് ശക്തമായ അന്വേഷണം നടത്തുന്നത്. ആ ബന്ധം തെളിഞ്ഞാൽ ഇയാളും ചെങ്കോട്ട സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ ഉൾപ്പെടും. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ തന്നെ ഒരുപക്ഷെ സ്ഫോടനത്തിന് പിന്നിലുണ്ടെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ ഒരുപക്ഷെ പുറത്തു വരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. പക്ഷേ അത് ഇപ്പോഴും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇയാൾ ഈ 48 ലക്ഷം രൂപ എന്തിന് കൈവശം വെച്ചു, ഇയാൾക്ക് ഈ പണം എവിടുന്ന് വന്നു, ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന 48 ലക്ഷം രൂപയ്ക്കും ഉമർ നബിയുടെ കയ്യിലുണ്ടായിരുന്ന 20 ലക്ഷത്തിൻ്റെ സോഴ്സ് ഒന്നാണെങ്കിൽ നമ്മൾ ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം ഒരു യൂണിവേഴ്സിറ്റി നടത്തുന്ന ഹരിയാനയിലെ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു ചാൻസലറിന് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പങ്കുണ്ടെങ്കിൽ അത് രാജ്യത്തെ സംബന്ധിച്ച് അതീവ ഗുരുതരമായ കാര്യം തന്നെയാണ്. അതീവ സുരക്ഷ ഒരു ബ്രീച്ച് തന്നെയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. അനുശ്രീ. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്. അഭിലാഷ് തുടരുക. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകുമ്പോൾ, ഷെയ്ഖ് ഹസീനയെ കൈമാറണമെന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടാൽ ഇന്ത്യയുടെ മറുപടി എന്താകും? ഇരു രാജ്യങ്ങളും തമ്മിൽ കുറ്റവാളികളെ കൈമാറണമെന്ന കരാർ നിലവിലുണ്ടെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ കാര്യത്തിൽ ഇത് ബാധകമല്ലെന്ന വ്യവസ്ഥയാണ് ചർച്ചകളിൽ നിറയുന്നത്. ട്രൈബ്യൂണലിന്റെ വിധി ഏകപക്ഷീയമാണെന്ന അഭിപ്രായം ഇന്ത്യ പങ്കുവയ്ക്കുമോ എന്നതാണ് നിർണായകം. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്ന ഒരു ചോദ്യം ഇന്ത്യയുടെ മറുപടി എന്താകുമെന്ന് തന്നെയാണല്ലേ? ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ഇന്ത്യയുടെ മറുപടി എന്താകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഏറെക്കുറെ ഒരു ഉറപ്പുണ്ട്. കാരണം ഷെയ്ഖ് ഹസീനയെ ഒരിക്കലും ഇന്ത്യ ബംഗ്ലാദേശിന് വിട്ടു നൽകാൻ, പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടുത്തെ മുഹമ്മദ് യൂനിസ് നയിക്കുന്ന ഇടക്കാല സർക്കാരിൻ്റെ താല്പര്യമനുസരിച്ചുള്ള ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. അത് നീതിപൂർവമല്ല എന്നുള്ള കാര്യം UN-ഉം ഷെയ്ഖ് ഹസീനയും ഉൾപ്പെടെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇന്ത്യ ഒരിക്കലും ഷെയ്ഖ് ഹസീനയെ ഒരു വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതിന് വേണ്ടി ബംഗ്ലാദേശിന് കൈമാറുമെന്ന് കരുതാൻ വയ്യ. കാരണം ഷെയ്ഖ് ഹസീനയെ 2024 ഓഗസ്റ്റ് 5-ന് ബംഗ്ലാദേശിൽ നിന്ന് രക്ഷപ്പെട്ടു വരുമ്പോൾ ഇന്ത്യയാണ് അഭയം നൽകിയത്. അക്കാലം മുതൽ തന്നെ ഇന്ത്യയിൽ തുടരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഇന്ത്യയുമായും ശക്തമായ ബന്ധമാണുള്ളത്. 1975-ൽ ഷെയ്ഖ് ഹസീനയുടെ പിതാവ് കൊല്ലപ്പെടുന്ന സമയത്ത് പോലും ഷെയ്ഖ് ഹസീനയ്ക്കും സഹോദരങ്ങൾക്കും ഇന്ത്യയാണെന്ന് അഭയം നൽകിയത്. അതുകൊണ്ട് തന്നെ അവാമി ലീഗ് അധികാരത്തിലെത്തുന്ന കാലം മുതൽ തന്നെ ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധമുള്ള ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ ഒരിക്കലും ബംഗ്ലാദേശിന് വിട്ടു നൽകാൻ തയ്യാറാകുമെന്ന് കരുതാൻ വയ്യ. അത്തരത്തിലൊരു പ്രതികരണം തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഏറ്റവും തൊട്ടടുത്തുള്ള രാജ്യമാണ് ബംഗ്ലാദേശ്, അയൽ രാജ്യമാണ്. ഈ അയൽ രാജ്യവുമായി പിണങ്ങാൻ ഇന്ത്യക്ക് താല്പര്യമില്ല. പക്ഷേ വളരെ നയതന്ത്രപരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ICTയുടെ വിധി വന്നതിന് പിന്നാലെ ഇന്ത്യ നടത്തിയിരിക്കുന്നത്. ഇന്ത്യ പറയുന്നത് ICTയുടെ വിധി കണ്ടു, അത് ശ്രദ്ധിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണം, അതായത് ബംഗ്ലാദേശിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു ഇടപെടലുകൾ മാത്രമേ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാവൂ എന്നുള്ള ഒരു സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചത്. ആ ഒരു സമീപനത്തിൽ, ആ ഒരു മറുപടിയിൽ തന്നെ ഇന്ത്യ ഒരു സൂചന നൽകുന്നുണ്ട് ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകുന്നതിന്. കാരണം ബംഗ്ലാദേശിലെ സർക്കാർ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരല്ല, അവിടുത്തെ പ്രതിപക്ഷം ഇടക്കാല സർക്കാരായി കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് ജനങ്ങളുടെ ആഗ്രഹപ്രകാരമുള്ള വിധിയല്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ സൂചന. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകുമെന്ന് കരുതാൻ വയ്യ. എന്നിരുന്നാലും ബംഗ്ലാദേശിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടി ഇന്ത്യക്ക് അപേക്ഷ അയച്ചിട്ടുണ്ട്. അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയം തന്നെ ഇന്ത്യക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ
എത്രയും വേഗം ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണം. രാജ്യത്തിൻ്റെ നീതി അനുസരിച്ച്, അവിടുത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് ശിക്ഷിക്കപ്പെട്ട ആളാണ് ഷെയ്ഖ് ഹസീന. അതുകൊണ്ട് തന്നെ അവരെ ബംഗ്ലാദേശിന് തിരികെ നൽകണം. അവിടുത്തെ നീതി നടപ്പാക്കാൻ ഇന്ത്യ ഒപ്പം നിൽക്കണം. ഇന്ത്യയുമായിട്ടുള്ള സഹകരണം നല്ല രീതിയിൽ പോവുകയാണ്. അത് ഷെയ്ഖ് ഹസീനയെ തടഞ്ഞു വെച്ചുകൊണ്ട് അത്തരത്തിലൊരു ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകാതെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അത് ഊഷ്മളമായി മുന്നോട്ട് പോകാൻ അനുവദിക്കണമെന്നുള്ളതാണ് ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നുള്ള നിലപാട്. എന്തായാലും ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഇന്ത്യ കൃത്യമായ ഒരു നിലപാട് ഈ വിഷയത്തിൽ അറിയിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത്. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ബീഹാറിൽ നിതീഷ് കുമാർ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. ഇന്ന് ചേരുന്ന NDA നിയമസഭാ കക്ഷി യോഗം നിതീഷിനെ നേതാവായി തെരഞ്ഞെടുക്കും. സ്പീക്കർ സ്ഥാനത്തേക്ക് BJPയും JDUവും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. LJPക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാനാകില്ലെന്ന നിലപാടിലാണ് ഇരു പാർട്ടികളും. വകുപ്പുകൾ സംബന്ധിച്ചും ചർച്ചകൾ തുടരുകയാണ്. സത്യപ്രതിജ്ഞ നടക്കുന്ന പട്നയിലെ ഗാന്ധി മൈതാനത്തെ ഒരുക്കങ്ങൾ NDA നേതാക്കൾ വിലയിരുത്തി. രാകേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, സത്യപ്രതിജ്ഞയ്ക്കുള്ള മുന്നൊരുക്കങ്ങളൊക്കെ പൂർത്തിയായ, അതുപോലെ തന്നെ ഈ വകുപ്പുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അനുശ്രീ, സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പട്നയിലെ ഗാന്ധി മൈതാനത്ത് തുടരുകയാണ്. ഏതായാലും ചർച്ചകൾ നടക്കുന്നുണ്ട്. രണ്ടു പാർട്ടികളും ആണ് പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുന്നത്. ഡൽഹിയിലും പട്നയിലും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു JDUവിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ. കേന്ദ്രമന്ത്രി ലല്ലൻ സിംഗും ഒപ്പം തന്നെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സഞ്ജയ് യാദവും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഏതായാലും ഇന്ന് 3 യോഗങ്ങളാണ് നടക്കുന്നത്. പ്രധാനമായും ആദ്യം BJPയുടെയും ഒപ്പം തന്നെ JDUവിൻ്റെയും നിയമസഭാ കക്ഷി യോഗം ചേരും. ഇതിൽ JDUവിൻ്റെ നിയമസഭാ കക്ഷി യോഗം നിതീഷിനെ നേതാവായി തെരഞ്ഞെടുക്കും. ഇന്നലെ ഈ യോഗം നിശ്ചയിച്ചിട്ടെങ്കിലും പിന്നീട് ഇത് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. 11:30 JDUവിൻ്റെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് BJPയുടെയും നിയമസഭാ കക്ഷി യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും BJPയുടെ യോഗത്തിൽ നിലവിലെ കക്ഷി നേതാവും ഉപമുഖ്യമന്ത്രിയുമായ അദ്ദേഹത്തെ തന്നെ തെരഞ്ഞെടുക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. താരാപൂരിൽ നിന്ന് അദ്ദേഹം വലിയ മാർജിനിൽ ഇത്തവണ സമ്രാട് ചൗധരി വിജയിച്ച് വരികയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും കേന്ദ്ര നിരീക്ഷകർ ഇതിനോടകം തന്നെ പട്നയിൽ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് UP ഉപമുഖ്യമന്ത്രിയായ കേശവ് പ്രസാദ് മൗര്യയാണ് കേന്ദ്ര നിരീക്ഷകനായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും കേശവ് പ്രസാദ് മൗര്യ പട്നയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ യോഗം ചേരുക. വീണ്ടും സമ്രാട് ചൗധരിയെ തന്നെ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കാൻ തന്നെയാണ് സാധ്യത. വൈകിട്ട് 3:30 നിർണായകമായ NDAയുടെ നിയമസഭാ കക്ഷി യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും നിതീഷ് കുമാർ വീണ്ടും 10ാം തവണയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയാണ്. ഇനിയുള്ളത് വകുപ്പുകൾ ഏത് തുടങ്ങിയ കാര്യത്തിലുള്ള ചർച്ചകളാണ്. ഒപ്പം തന്നെ സ്പീക്കർ പദവി സംബന്ധിച്ച രണ്ടു പാർട്ടികളും തമ്മിലുള്ള വടംവലി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. വകുപ്പുകൾ ഏതാണ്ട് 15 മന്ത്രിസ്ഥാനം വീതം ഏറ്റെടുക്കാം, അല്ലെങ്കിൽ രണ്ട് പാർട്ടികളും തമ്മിൽ പങ്കിടാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് JDUവും BJPയും തമ്മിൽ. കാരണം രണ്ടു പാർട്ടികളും ഒരേ സീറ്റുകളിൽ 101 വീതം സീറ്റുകളിൽ മത്സരിച്ചു. 81 സീറ്റിൽ BJP വിജയിച്ചു, JDU 85 സീറ്റിൽ വിജയിച്ചു. എന്നിരുന്നാൽ പോലും വകുപ്പുകൾ തമ്മിൽ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് രണ്ടു പാർട്ടികളും തുല്യമായി പങ്കുവയ്ക്കുവാൻ ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ചില വകുപ്പുകളുടെ കാര്യത്തിൽ രണ്ടു പാർട്ടികളും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇതുകൂടാതെ സ്പീക്കർ പദവിയുടെ കാര്യത്തിലും രണ്ടു പാർട്ടികളും ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. JDU പ്രത്യേകിച്ച് സ്പീക്കർ സ്ഥാനം വേണം എന്നൊരു നിലപാടിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭയിൽ BJPയാണ് സ്പീക്കർ പദവി അലങ്കരിച്ചിരുന്നത്. JDUവിൻ്റെ മുതിർന്ന അംഗമായ നന്ദകിഷോർ യാദവാണ് സ്പീക്കർ ഉണ്ടായിരുന്നത്. പക്ഷേ JDU ആലംനഗർ MLAയെ ആ സ്ഥാനത്തേക്ക് 8 തവണ അദ്ദേഹം അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ആലംനഗർ MLAയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ JDUവിൻ്റെ ഭാഗത്ത് നടത്തിയിട്ടുള്ളത്. അത് BJP അംഗീകരിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഒപ്പം LJPക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നൊരു ആവശ്യം നേരത്തെ ചിരാഗ് പാസ്വാൻ മുന്നോട്ട് വെച്ചിരുന്നു. കാരണം രണ്ട് ഉപമുഖ്യമന്ത്രിമാർ നിലവിൽ BJPയിൽ നിന്നാണുള്ളത്. അതും ജാതി സമവാക്യങ്ങൾക്കനുസരിച്ച് ഒന്ന് കുശ്വാഹ വിഭാഗത്തിനുള്ള നേതാവാണ് സമ്രാട് ചൗധരി, ഒപ്പം തന്നെ ഭൂമിഹാർ വിഭാഗത്തിനുള്ള നേതാവായിരുന്നു സിൻഹ. അങ്ങനെ രണ്ടു പേർക്കുമാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം വീതം വെച്ച് നൽകിയിരുന്നത്. പക്ഷേ LJPക്ക് ഏതായാലും ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്ക് JDUവും BJPയും എത്തുകയാണ്. അരുൺ ഭാരതി സഹോദരി ഭർത്താവാണ്, നിലവിൽ ലോക്സഭാംഗമാണ് അരുൺ ഭാരതിയെ ഉപമുഖ്യമന്ത്രിയാക്കുക എന്ന നീക്കം ചിരാഗ് പാസ്വാന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഏതായാലും അത്തരം നീക്കത്തിന് ഇപ്പോൾ JDUവും BJPയും അനുകൂലമല്ല എന്ന നിലപാടാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതായാലും ഇന്ന് യോഗം ചേരുന്നുണ്ട്. പട്നയിൽ നാളെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത്. അതിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ ഇപ്പോൾ തുടരുകയാണ്. അനുശ്രീ, ശരി, രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. NCP നേതാവ് ബാബ സിദ്ദിഖി കൊലപാതകത്തിലെ മുഖ്യ ആസൂത്രകൻ അൻമോൾ ബിഷ്ണോയി ഇന്ന് ഇന്ത്യയിലെത്തും. US-ൽ നിന്ന് നാട് കടത്തുന്നയാളെ നാളെ NIA അറസ്റ്റ് ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. സൽമാൻ ഖാന്റെ വസതിക്ക് നേരെ ആക്രമണം നടത്തിയതുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാൾ അധോലോക നായകൻ ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരനാണ്.
മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ മിൽമയിൽ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാൻ നീക്കം. വ്യാഴാഴ്ച ഇതുമായി ബന്ധപ്പെട്ട ജീവനക്കാരുടെ സംഘടനകളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് സേവന കാലാവധി നീട്ടിക്കൊടുക്കാനാണ് ശ്രമമെന്നാണ് ആരോപണം. വി അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വി അരുൺ, കൂടുതൽ അതായത് യോഗം വിളിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച. ഇത് വളരെ നിർണായകമാണ് ഈ യോഗം. അതുപോലെ തന്നെ CITU ഇതിനെ എതിർക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും ഇനിയുള്ള തീരുമാനങ്ങൾ? നാളെയാണ് യോഗം. മിൽമയിൽ അടുത്ത് വിരമിക്കാൻ പോകുന്ന ചില ഉന്നത ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയാണ് ഈ നീക്കമെന്നാണ് ലഭിക്കുന്ന വിവരവും അങ്ങനെ വിമർശനവുമാണ് ഇപ്പോൾ ഉയർന്നത്. മിൽമയിലെ ജീവനക്കാർക്ക് 60 വയസ്സ് വരെ ജോലി ചെയ്തതിന് അനുവാദം നൽകണമെന്ന മിൽമ വർക്കേഴ്സ് യൂണിയൻ സർക്കാരിൽ സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് യോഗമെന്നാണ് ഈ നോട്ടീസിൽ പറയുന്നത്. ജീവനക്കാരുടെ സംഘടനകളെയാണ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത്. അംഗീകൃത ട്രേഡ് യൂണിയനുകളുടെ യോഗമാണ് ക്ഷീരവികസന വകുപ്പ് ഡയറക്ടറേറ്റിൽ ചേരാൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് അടുത്തിടെ ഈ അടുത്ത ദിവസങ്ങളിൽ മിൽമയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ വിരമിക്കുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ അവർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സർവീസ് നീട്ടിക്കൊടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. വലിയ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ അവർക്ക് ഇനിയും സർവീസ് നീട്ടിക്കൊടുത്താൽ പുതിയ ആളുകൾക്ക് ജോലിയിലേക്ക് കടന്നു വരാൻ കഴിയില്ല എന്നാണ് വിമർശനം ഉന്നയിക്കുന്ന ഒരു വിഭാഗത്തിന്റെ വാദം. ഏതായാലും നാളെ യോഗം ചേരും. CITU ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും ഈ വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കുന്നതിനെ അനുകൂലിക്കാനാണ് സാധ്യത. ATUCയും CITU ഉൾപ്പെടെയുള്ള സംഘടനകൾ ആ ആവശ്യവുമായി രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ മിൽമയിൽ പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചേക്കും. എതിർപ്പ് ജീവനക്കാരുടെ സംഘടന ഭാഗത്ത് ഉണ്ടാകില്ല. പക്ഷേ ഒരു വിഭാഗം ആളുകൾ ഇത് ശരിയായ നീക്കമല്ല എന്ന വിമർശനം അവരുടെ കമ്മിറ്റികളിലൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അരുണി, എതിർപ്പ് കൂടി നിലനിൽക്കുമ്പോൾ അതുകൂടി നാളത്തെ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ടല്ലോ. നാളത്തെ യോഗത്തിൽ അത് ചർച്ചയാകാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം ജീവനക്കാർക്ക് അവർക്ക് 2 വർഷം കൂടി 58 ഇപ്പോൾ പെൻഷൻ പ്രായം. ഉയർന്ന ശമ്പളമാണ് മിൽമയിൽ പലർക്കും ഈ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഒരു തവണ കൂടി ശമ്പളം കൂട്ടിക്കിട്ടിയാൽ അല്ലെങ്കിൽ അവർക്ക് 2 വർഷം കൂടി വന്നാൽ അതവർ ആഗ്രഹിക്കുന്നതാണ്. ജീവനക്കാരുടെ ഓഫീസർമാരുടെ വലിയ ശമ്പളമാണ്. പലർക്കും സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് മുകളിലുള്ള ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരടക്കം അവിടെയുണ്ട്. കേന്ദ്രം പ്രഖ്യാപിക്കുന്ന അലവൻസുകളും എല്ലാം മിൽമയ്ക്ക് ആ രീതിയിൽ തന്നെ നൽകുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഇല്ലാത്ത ആനുകൂല്യങ്ങളും മിൽമയിലെ ജീവനക്കാർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് 2 വർഷം കൂടി സർവീസ് നീട്ടി ലഭിച്ചാൽ അത് അവർക്ക് ഗുണമാകും. അതുകൊണ്ട് തന്നെ സർവീസ് ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടാകില്ല. പക്ഷേ യുവാക്കൾക്ക് അവസരം ലഭിക്കണമെന്നൊരു യുവാക്കളുടെ വഴി അടയുകയാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു വിഭാഗം അതിൽ എതിർപ്പ് ഉന്നയിക്കുന്നത്. ശരി, വി അരുണാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങളുടെ തോത് കുറയുകയാണെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ പ്രമോദ് ജി കൃഷ്ണൻ. നാട്ടിൻപുറങ്ങളിലെ പാമ്പ് കടിയേറ്റുള്ള മരണം കൂടി കണക്കിൽപ്പെടുത്തുന്നതുകൊണ്ടാണ് വന്യജീവി ആക്രമണം കൂടുകയാണെന്ന് ചിത്രീകരിക്കപ്പെടുന്നത്. വകുപ്പിന്റെ തന്നെ നടപടികളിലൂടെ പാമ്പ് കടിയേറ്റുള്ള മരണത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ടെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. അതേസമയം വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിൽ വനം വകുപ്പിന് വീഴ്ച വന്നെങ്കിൽ അതും പരിശോധിക്കേണ്ടതാണെന്നും പ്രമോദ് ജി കൃഷ്ണൻ പറഞ്ഞു. വനം വകുപ്പ് എല്ലാ സമയത്തും പ്രതിക്കൂട്ടിലാണ് ജനങ്ങളുടെ മുന്നിൽ. ഒരു ജനപ്രീതി ഏകദേശം കുറവാണ് എന്ന് തന്നെ പറയാം. അത് പല വിഷയങ്ങളും റൂട്ട് കോസ് അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ 10 വർഷം കൊണ്ട് വന്യജീവി ആക്രമണം കൂടി എന്ന് പറയുന്നത് വെറുതെ ഒരു റഫ് കണക്കാണോ? അങ്ങനെയാണെങ്കിൽ അതിന് പ്രോപ്പർ റീസൺ എന്താണ്? ഇത് പ്രാദേശികം അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു എവിടെ വേണമെങ്കിലും, ഇപ്പോൾ പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും വരാം, ബസ് ടെർമിനലിലും വരാം കരടിയോ കടുവയോ എന്നൊക്കെ ഉള്ളൊരു സാഹചര്യം മുമ്പുണ്ടായിരുന്നില്ല. അതെങ്ങനെ മാറി? അതിനൊരു കൃത്യമായിട്ടുള്ളൊരു സർവേയോ റീസൺ കണ്ടുപിടിക്കാൻ അതിന് നമുക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതിൻ്റെ കാരണങ്ങൾ പലതുണ്ട്. ഒന്ന്, നമ്മൾ ഇന്ന് ജീവിക്കുന്നത് കാലാവസ്ഥാപരമായിട്ട് വല്ലാതെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയിലാണ്. മൃഗങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കണക്കുകൾ പക്ഷെ കാണിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ മരിച്ച 67 പേരാണ് നല്ല കണക്ക്. അപ്പോൾ അതിന് 34 പേര് പാമ്പ് പിടിച്ചിട്ടുണ്ട്. അല്ലാതെ ആനയുടെ മുമ്പിൽപ്പെട്ട് മരിക്കുന്നത് 19 പേരാണ്. അപ്പോൾ നമ്മുടെ ഈ കണക്കുകളിൽ വലിയൊരു അവസ്ഥ വരുന്നത് പലപ്പോഴും ഈ പാമ്പ് കടിയും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ അത് ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ പാമ്പ് കടിക്കുന്നത് പലപ്പോഴും നാട്ടിൻപുറങ്ങളിൽ നമ്മുടെ പുരയിടങ്ങളടക്കം, വഴിയോരങ്ങളിലും പുഴയിടങ്ങളിലും അടക്കം കാട് പിടിച്ച പ്രദേശത്തു നിന്നാണ്.
അപ്പോൾ അത് ഒരു പക്ഷേ വനംവകുപ്പിൻ്റെ തന്നെ ഇടപെടലുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് നടത്തിയ ഒരു സർപ്പ എന്ന് വിളിക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ട് 150ഓളം ആളുകൾ മരിച്ച സ്ഥലത്ത് നിന്ന് അത് 30ലേക്ക് താഴുകയാണ്. അത് കുറയ്ക്കാൻ പറ്റില്ല. ഇനി അത് കുറച്ച് പൂജ്യമാക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ അതിനെന്ത് വേണം? മറ്റുള്ള എല്ലാ ആളുകളുടെ സഹകരണം വേണ്ടി വരും. നമ്മുടെ കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശങ്ങൾ നമ്മൾ വനത്തിന് പുറത്ത് അത്തരം പ്രദേശങ്ങൾ നമ്മൾ കാട് ഒഴിവാക്കേണ്ടി വരും. കൃഷിഭൂമി നല്ല കൃഷിഭൂമിയാക്കി നമുക്ക് നിലനിർത്തേണ്ടി വരും. നമ്മുടെ ആരോഗ്യ പിന്നെ എല്ലാ ഇത്തരം പ്രദേശങ്ങളിലൊക്കെ തന്നെ ആൻറ്റിവനം ഉറപ്പാക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച. ഇനി നമുക്കിതിൻ്റെ ഒരു സമ്പൂർണ്ണ പരിഹാരം എന്ന് വിളിക്കുന്നതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ കണക്കുകൾ പാമ്പുമായിട്ട് ബന്ധപ്പെട്ടും കൂടെ പറയുന്നതിൽ ഒരു വിഷയമുണ്ട്. പക്ഷേ ഈ മാധ്യമങ്ങൾ പെട്ടെന്ന് ചർച്ചയാപ്പെടുന്നത് കടുവ പിടിച്ചു, കടിച്ചു കൊന്നു എന്നുള്ള ഒരു വാക്കുകൾ. അപ്പോൾ വനം വകുപ്പ് ഇത് പലപ്പോഴും ഇത് വരുന്നത് വനം വകുപ്പിനെ നേരത്തെ അറിയിച്ചു, വാച്ചറെ അറിയിച്ചു, ഇവിടെ വന്ന് നോക്കിയില്ല, എത്താൻ വൈകി, ഇനി പിടിക്കാനുള്ള വലിയ പ്രതിഷേധത്തിന് ശേഷമാണ് ഇതിൻ്റെ നടപടികളിലേക്ക് പോകുന്നത്. ഒരു ഉദാസീനത കാണുന്നുണ്ട് എന്ന് ഒരു വൈകാരികപരമായിട്ട് പറയുന്ന വിഷയം മാത്രമാണ്. ഉദാസീനത എന്ന് വിളിക്കുന്ന ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നോക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അത് നിലനിൽക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നത് വനം വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യ വന്യജീവി സംഘർഷത്തെ ഒരു സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വനംവകുപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഈ പ്രശ്നത്തിൻ്റെ സങ്കീർണത അത്രയ്ക്കുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിൻ്റെ ഒരു 1/3 വരുന്നൊരു ഭൂവിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ലഭ്യമായ സാമ്പത്തിക അല്ലെങ്കിൽ നമ്മുടെ സാങ്കേതിക വിദ്യകളും എല്ലാം വെച്ചിട്ടുള്ള ഒരു ഓൾ ഔട്ട് എഫേർട്ട് തന്നെയാണ് നമുക്ക് ചെയ്യുന്നത്. പക്ഷേ പരിമിതികളുമുണ്ട്. കാരണം നയപരമായിട്ടുള്ള ഒരു മൃഗത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിന് പല രീതിയിലുള്ള പരിമിതികളുണ്ട്. ചിതലറ്റ് വീഴുമ്പോൾ മരം ചിരിച്ചു, മഴുവറ്റ് വീണില്ലല്ലോ. നമ്മളെല്ലാവരും ഉത്ഭവിച്ചത് കാട്ടിൽ നിന്നാണ്. കാട് ഏൽക്കുന്ന തണലാണ്, വെയിലാണ് നമ്മുടെയൊക്കെ തണലെന്ന് പറയുന്നത് പോലെ. കാട്, കറുത്ത കാട് എന്ന് പറഞ്ഞു കേൾക്കുന്ന കറക്റ്റ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ അതാണ് സമയം. 7:45 പെരിയാർ ടൈഗർ റിസർവിനകത്ത് കടുവയുടെ പ്രസൻസ് ഈ ഭാഗത്ത് ഉണ്ടാവും. രാവിലെയിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്കൊക്കെ മടങ്ങിയെത്താം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം തിരുവനന്തപുരം മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിയ നടപടിയിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് തീരുമാനമെടുക്കും. കഴിഞ്ഞ ദിവസം നടന്ന ഹിയറിംഗിൽ വൈഷ്ണയും പരാതിക്കാരനും വിശദീകരണം നൽകിയിരുന്നു. പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിലപാടിലാണ് UDF. അതേസമയം വൈഷ്ണ വ്യാജ വിലാസത്തിലാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതെന്ന ആരോപണത്തിൽ പരാതിക്കാരനായ സുധീഷ് കുമാറും ഉറച്ചു നിൽക്കുകയാണ്. വ്യാഴാഴ്ചയ്ക്കകം വിഷയത്തിൽ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയിരുന്നു. അവിശ്വാസ പ്രമേയവും അതിനെ തുടർന്നുണ്ടായ തട്ടിക്കൊണ്ടുപോകലും അരങ്ങേറിയ കൂത്താട്ടുകുളം നഗരസഭയിലെ പ്രശ്നങ്ങൾ രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്ത ഒന്നാണ്. ഇക്കുറി മികച്ച വിജയം നേടി ഭരണത്തിൽ തിരിച്ചെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDF. നഗരസഭാ ഭരണത്തിലെ വികസന വിരുദ്ധതയും CPMന്റെ അക്രമ രാഷ്ട്രീയവും അനുകൂല സാഹചര്യം ഒരുക്കുമെന്ന് പിറവം UDF ചെയർമാൻ പ്രിൻസ് പോൾ ജോൺ പറഞ്ഞു. കൂത്താട്ടുകുളം നഗരസഭ ഇത്തവണ ഏതുവിധനെയും തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് CPM മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തവണയെല്ലാം കൂത്താട്ടുകുളം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. നഗരസഭ കൌൺസിലറെ തട്ടിക്കൊണ്ടുപോയി എന്നതടക്കമുള്ള ഒരു പരാതി CPMനെതിരെ എല്ലാം തന്നെ വന്നതാണ്. അതുകൊണ്ട് തന്നെ UDF വളരെ കരുതലോടുകൂടി കോൺഗ്രസ് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നുണ്ട്. നമുക്കൊപ്പം കൂത്താട്ടുകുളം നഗരസഭയിലെ തന്നെ ചുമതല വഹിക്കുന്ന UDFന്റെ ചെയർമാൻ കൂടിയായ പ്രിൻസ് പോൾ ജോ ചേരുന്നു. എങ്ങനെയാണ് ഇത്തവണ? വലിയ പ്രതീക്ഷയിലാണോ? കാരണം വളരെ കഴിഞ്ഞവണ ഏറെക്കാലം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നതാണ്. കഴിഞ്ഞ ടൈമിൽ അവസാനമായിരുന്നു ഒരു അട്ടിമറി എന്നെല്ലാം പറയുന്ന രീതിയിലേക്ക് വന്നത്. കൂത്താട്ടുകുളം നഗരസഭ ആദ്യം നഗരസഭയായ ആ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയാണ് വിജയിച്ചത്. അന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു. ഇപ്പോൾ KSRTC ഡിപ്പോ വന്നത്, അതുപോലെ തന്നെ കോടതി ഇവിടെ വന്നത്, ആയുർവേദ ഡിസ്പെൻസറി ആശുപത്രിയാക്കി അപ്ഗ്രേഡ് ചെയ്തത്, ESI ഡിസ്പെൻസറി അനുവദിച്ചത്, ഇതുവരെ തുടങ്ങാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല.
ചന്തത്തോടിന്റെ നവീകരണത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ലഭിച്ചത്, സ്റ്റേഡിയത്തിന്റെ 90 ലക്ഷം രൂപയോളം വർക്ക് നടന്നതൊക്കെ, അങ്ങനെ നിരവധി വികസന പ്രവർത്തനങ്ങൾ UDFന്റെ കാലഘട്ടത്തിൽ ഇവിടെ നടന്നു. കഴിഞ്ഞ 7 വർഷക്കാലം, അതായത് കഴിഞ്ഞ ടൈമിലെ ലാസ്റ്റ് 2 വർഷവും പിന്നീട് ഈ 4.25 വർഷവും കൂത്താട്ടുകുളം നഗരസഭ ഭരിച്ച ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിൽ വികസന മുരടിപ്പിന്റെ ഒരു കാലഘട്ടമായിരുന്നു. എന്തിനേറെ പറയുന്നു, തെരുവ് വിളക്കുകളുടെ പരിപാലനം പോലും കഴിഞ്ഞ 1.5 വർഷക്കാലമായി മുടങ്ങിക്കിടന്നത് ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസിന്റെ വർക്ക് നടത്തിയത് ഈ 2 മാസം UDF അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. UDF പിന്തുണയ്ക്കുന്ന ചെയർപേഴ്സൺ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അപ്പൊ UDF ഭരിച്ച, നഗരസഭ ആയതിനു ശേഷം ഭരിച്ച ആ 2.5 വർഷക്കാലവും കഴിഞ്ഞ 7 വർഷക്കാലത്തെ LDFന്റെ വികസന മുരടിപ്പും ആ ഭരണകാലത്തെ വികസന മുരടിപ്പും കമ്പയർ ചെയ്യുമ്പോൾ ജനത്തിന് മുൻപിൽ ഒരു കാരണവശാലും ഇടതുമുന്നണി ജയിക്കാനുള്ള ഒരു സാഹചര്യമില്ല. തന്നെയുമല്ല, സ്ഥാനാർത്ഥി നിർണയമൊക്കെ ഇടതുമുന്നണിയേക്കാൾ മുമ്പ് മുഴുവൻ സ്ഥാനാർത്ഥികളെയും തീരുമാനിച്ച് ഒറ്റക്കെട്ടായി ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും മുന്നോട്ട് പോവുകയാണ്. തികഞ്ഞ വിജയപ്രതീക്ഷയാണുള്ളത്. ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഇതിലെ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടായത് അവസാനം കാലത്തിലേക്ക് വരുമ്പോഴേക്കും കൌൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയി എന്നതടക്കമുള്ള ഒരു ആക്ഷേപവും പരാതിയൊക്കെ ആയിട്ട് വരുന്നു. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നൊരു സ്ഥിതി ഉണ്ടോ ഇവിടെ? ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കേണ്ടത് ഭൂരിപക്ഷമുള്ള മുന്നണിയാണ്. ഏറ്റവും കൂടുതൽ അംഗങ്ങൾ വോട്ട് ചെയ്യുന്ന ആള് ചെയർപേഴ്സണാകണം. കലാരാജുവിന് ഐക്യജനാധിപത്യ മുന്നണിയുടെ കൌൺസിലർമാർ പിന്തുണച്ചതോടുകൂടി ഭൂരിപക്ഷമുണ്ടായിരുന്നു. പക്ഷെ ആ ഭൂരിപക്ഷത്തെ അട്ടിമറിക്കാൻ, ആ തെരഞ്ഞെടുപ്പ് അന്ന് നടത്താതിരിക്കാൻ വേണ്ടി അവർ നടത്തിയ ഗുണ്ടായിസ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ലൈവായി കണ്ടതാണ്. അത് അത്തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും കൂത്താട്ടുകുളത്താണെങ്കിലും ആ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ ജനകീയ രോഷം ഉയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വധഭീഷണി അടക്കം ഉണ്ടായതായിട്ടാണ് പറയുന്നത്. അങ്ങനെയൊക്കെയാണ്. കലാരാജുവിന് പലതരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിരുന്നു. ശാരീരികമായി ആക്രമിക്ക ഭീഷണി അല്ലല്ലോ, നടന്നു കഴിഞ്ഞ കാര്യമാണ്. അവരെ കൈകാര്യം ചെയ്ത് ഒരു ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകുന്ന പോലെയാണ് കാറിലേക്ക് എടുത്ത് കൊണ്ടുപോയി എറിഞ്ഞ് ഡോറടച്ച് അവരുടെ കാലിന് പരിക്ക് പറ്റി കൊണ്ടുപോയി CPMന്റെ പാർട്ടി ഓഫീസിലിരുത്തി വൈകുന്നേരം വരെ അവരെ ഭീഷണിപ്പെടുത്തുന്നു. കുറെ വനിതകളും CPMന്റെ DYFIയുടെ പ്രവർത്തകരും. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഒരു കേട്ടുകേൾവി ഉണ്ടാകുമോ? രാവിലെ കൌൺസിലിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു അവിശ്വാസ പ്രമേയ ചർച്ചയിൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കാനായി വന്ന ഒരു കൌൺസിലറെ പബ്ലിക്കിന്റെ മുമ്പിൽ 300 ആളുകളുടെ മുമ്പിലല്ലേ തട്ടിക്കൊണ്ടുപോയത്? ലൈവായി ആളുകൾ കണ്ടതല്ലേ? അങ്ങനെയൊക്കെ UPയിലും ബീഹാറിലും പോലും അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വിധിയെഴുത്തായിരിക്കും തോന്നുന്നുണ്ടോ? അതിനല്ല, പ്രധാനമായി ആ കാര്യങ്ങളൊക്കെ കൂത്താട്ടുകുളത്തെ ജനങ്ങൾ കണക്കിലെടുത്തിട്ടുണ്ട്. അന്ന് കൂത്താട്ടുകുളത്ത് നടന്ന സംഭവങ്ങളൊക്കെ ജനാധിപത്യത്തോടുള്ള ഒരു വെല്ലുവിളി, അത് തീർച്ചയായും കണക്കിലെടുക്കും. അതുകൂടാതെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 7 വർഷക്കാലമായി ഒരു വികസനവും, ഞാൻ വെല്ലുവിളിച്ച പല പബ്ലിക് മീറ്റിങ്ങുകളിലും ചോദിച്ചു, ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം നിങ്ങൾ കൊണ്ടുവന്നത് പറയാൻ പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഏതായാലും വികസനം അതൊരു പ്രധാന വിഷയമായിട്ട് തന്നെ UDF ഉയർത്തിക്കാട്ടുന്നു. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ തവണയുണ്ടായ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വന്ന ക്രമസമാധാന വീഴ്ച, അത്തരം CPMന്റെ ഇടപെടൽ, ഇതിനെല്ലാമുള്ള ഒരു വിധിയെഴുത്ത് ഇത്തവണ കൃത്യമായി കൂത്താട്ടുകുളത്ത് പ്രതിഫലിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറമാൻ KP ധനേഷൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. പാലക്കാട് തൃത്താലയിൽ KSUവിൽ പൊട്ടിത്തെറി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയില്ലെന്നാരോപിച്ച് KSU നേതാക്കൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാകാൻ ഒരുങ്ങുന്നു. കോൺഗ്രസിൽ ഗ്രൂപ്പ് നോക്കി സീറ്റുകൾ വീതം വെച്ചെന്നാണ് ആരോപണം. KSU പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് CA റംഷാദും ബ്ലോക്ക് സെക്രട്ടറി അസ്ലം പൂക്കരത്തുമാണ് മുന്നണിയെ വെല്ലുവിളിച്ച് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. പാർട്ടിക്കുള്ളിലെ നെറികേടുകളെ ചോദ്യം ചെയ്തത് കാരണമാണ് തങ്ങൾക്ക് സീറ്റ് നിഷേധിച്ചതെന്ന് CM റംഷാദ് പറഞ്ഞു. KSUവിലെ വലിയൊരു വിഭാഗം നേതാക്കളുടെ പിന്തുണ തങ്ങൾക്കുണ്ടെന്നും ഇവർ അവകാശപ്പെടുന്നു. ഈ വരുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ KSUവിന്റെ തൃത്താല നിയോജക മണ്ഡലം നേതൃത്വം ഒരു സീറ്റ് KSUവിന് നിയോജകമണ്ഡലത്തിൽ തരണമെന്നും അത് കഴിഞ്ഞ 6 മാസം മുമ്പ് കണ്ടെത്തിയ സീറ്റ് നൽകണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മണ്ഡലം കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റികൾ വരെ ഒരു ലെറ്റർ കൈമാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ
തൃത്താലയിലുള്ള നിലവിലെ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെയാണ് ഇവിടുത്തെ നേതൃത്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് ഗ്രൂപ്പും അതുപോലെ പണമുള്ള ആളുകൾക്ക് വേണ്ടി സീറ്റുകൾ വീതം വെച്ച് നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് സാറിന്റെ സർക്കുലർ പ്രകാരം ഒരു കോർ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചില മാനദണ്ഡങ്ങൾ പാർട്ടി വെക്കുന്നുണ്ട്. ഇവിടെ തിരുമറ്റക്കോട് പഞ്ചായത്തിനകത്ത് ഇപ്പോൾ KSU പറഞ്ഞ സീറ്റ് നിലനിൽക്കുന്ന പഞ്ചായത്തിനകത്ത് കോർ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിചിത്രമാണ്. കുറച്ച് ഗ്രൂപ്പിന്റെ നേതാക്കന്മാരും ഒരു മണ്ഡലം പ്രസിഡന്റും കൂടിയിട്ടാണ് ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. ആ കോർ കമ്മിറ്റിയിൽ അംഗമാവാൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റുമാർക്കും KSPന്റെ പ്രസിഡന്റിനും ജില്ലാ ഭാരവാഹികൾക്കും എല്ലാം അതിൽ സർക്കുലറിൽ പറയുന്നുണ്ട്. അതൊന്നും ഇവിടെ പാലിച്ചിട്ടില്ല. അതുപോലെ നിയോജക മണ്ഡല തലത്തിൽ ഒരു കോർ കമ്മിറ്റി എന്ന് പറഞ്ഞ സാധനം തന്നെ ഇവിടെ വിളിച്ചിട്ടില്ല. നേരെ കുറച്ച് ആളുകൾ ചേർന്ന് ഇന്ന ഇഷ്ടക്കാരെ തീരുമാനിക്കുന്നു, അത് ജില്ലാ കമ്മിറ്റിക്ക് കൊടുക്കുന്നു, അവിടെ പ്രഷർ ചെലുത്തി അവരാണ് പ്രഖ്യാപിക്കുക. ബാക്കിയുള്ള പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്നും യാതൊരു വിധത്തിലുള്ള ഒരു പരിഗണന ഇവിടെ പാർട്ടി നൽകിയിട്ടില്ല. എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം. മുളന്തുരുത്തി ഡിവിഷനിൽ നിന്നാണ് 22-കാരിയായ അൻസാറ ജോൺസൺ ജനവിധി തേടുന്നത്. തൃശൂർ ലോ കോളേജിലെ LLB വിദ്യാർത്ഥിനിയാണ് അൻസാറ. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ട് കാണാം. രേണുകേ നീരാകരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാകരേണു പിരിയും പഴയതോ നനഞ്ഞ കമ്പിൽ നിന്നു നിലത്തെറ്റി വീണ് രണ്ടിലകൾ നമ്മൾ രേണുകേ നാം രണ്ടു മേഘശകരങ്ങളായി അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേക ശ്യാമഘന ഭംഗികൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ഇരുമുന്നണികളും യുവജനങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളോടൊപ്പമുള്ളത് ആൻസാറ ജോൺസൺ ആണ്. അതായത് മുളന്തുരുത്തി ഡിവിഷനിൽ എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മത്സരാർത്ഥിയാണ്. 22 വയസ്സാണ് ആൻസാറയുടെ പ്രായം. ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥി കൂടിയാണ് ആൻ ലോ കോളേജിൽ, തൃശ്ശൂർ ലോ കോളേജിലെ സ്റ്റുഡൻ്റ് ആണ്. എങ്ങനെയായിരുന്നു ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നത്? എങ്ങനെയായിരുന്നു? ഞാൻ എൻ്റെ നാട്ടിൽ നല്ല കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പൊതുപ്രവർത്തനങ്ങളൊക്കെ ഭയങ്കര താല്പര്യമുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ്സിൽ കോവിഡ് സമയത്തായിരുന്നു സജീവമായി തന്നെ ഞങ്ങളുടെ നാട്ടിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതിനുശേഷം പരിഷത്തിലേക്ക് ചെല്ലുകയും തുരുത്തിയാർ യൂണിറ്റിൽ അംഗമായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ അവിടുത്തെ യുവസമിതിയുടെ പ്രസിഡന്റാണ്. അപ്പോൾ അങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾ അവിടെ നിന്നായിരുന്നു തുടക്കം എല്ലാം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു അയൽക്കൂട് ഓണാഘോഷ സമിതി 28 വർഷമായി അവിടെ തുടങ്ങിയിട്ട് ഓണാഘോഷം നമ്മൾ നടത്താൻ ആരംഭിച്ചിട്ട് അവിടെ നിന്നും എൻ്റെ തുടക്കമായിരുന്നു. അവിടെ നിന്നാണ് കുട്ടിക്കാലങ്ങളിൽ എൻ്റെ പാട്ടിനായാലും ഡാൻസിനായാലും എല്ലായിടത്തും സജീവമായി നിൽക്കാൻ എനിക്ക് അവിടെ നിന്നാണ് സാധിച്ചത്. എല്ലാത്തിലേക്കും മുൻപന്തിയിലേക്ക് എന്നെ ഇറക്കി വിട്ടത് അപ്പയും അമ്മയും തന്നെയായിരുന്നു. സ്ഥാനാർത്ഥിയാകണം എന്നുള്ളൊരു വിളി വരുമ്പോൾ ശരിക്കും ഞെട്ടിയോ? സത്യമായിട്ട് ഞെട്ടിത്തരിച്ച് ഞാൻ പോയായിരുന്നു. കാരണം ഞാൻ എനിക്ക് ഇന്റേണൽ എക്സാം നടക്കുന്ന സമയത്തായിരുന്നു. എനിക്കൊരു എക്സാമിന് കയറുന്നേക്കാളും കുറച്ച് മണിക്കൂർ മുമ്പ് ഒരു കോള് വന്നു. ആൻസാറ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ നിന്നെ നിർത്തുകയാണ്, നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഞെട്ടി നിൽക്കുകയായിരുന്നു. ഞാൻ 2-3 വർഷം ഒന്നും കൂടി ക്ലിയർ ആയില്ല, ഒന്നും കൂടി പറയൂ എന്ന് ഞാൻ ചോദിച്ചു. പറഞ്ഞു ജില്ലാ പഞ്ചായത്തിലേക്കാണ് നിന്നെ നാമനിർദ്ദേശം ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിന്റെ ഒപ്പീനിയൻ, നിന്റെ താല്പര്യമുണ്ടോ? എനിക്ക് കുഴപ്പമില്ല, പൊതുപ്രവർത്തനം എനിക്കിഷ്ടമാണ്, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനും അതിലേറെ ഇഷ്ടമാണ്, ഞാൻ റെഡിയാണ്, എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ ഉറപ്പ് നൽകി. ജില്ലാ പഞ്ചായത്ത് മെമ്പറാവുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കും. അപ്പോൾ ആ ഒരു അംഗീകാരം, പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ പൊതുപ്രവർത്തനത്തിലൂടെയൊക്കെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ഇതൊക്കെ കൂടി വോട്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും വിശ്വസിക്കുന്നുണ്ട്. കാരണം അവിടെ പറയാൻ കഴിഞ്ഞത്, എല്ലാവരും പറഞ്ഞത് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ്, വെറും 22 വയസ്സ് മാത്രമാണ് പ്രായമെന്നാണ്. ഒരു പക്ഷേ ഏറ്റവും പൊക്കം കുറഞ്ഞ സ്ഥാനാർത്ഥി ഞാൻ തന്നെയായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഇത് എല്ലാ മേഖലയിലും എനിക്ക് പൊതുപ്രവർത്തനത്തിൽ എല്ലാ മേഖലയിലും തന്നെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിൽക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലാതെ തന്നെ കുഞ്ഞിലേ മുതലേ ഓരോ പ്രവർത്തനത്തിൽ അപ്പയുടെ കൂടെയായാലും അമ്മയുടെ കൂടെയായാലും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും പോലും എല്ലാത്തിലും എനിക്ക് ഒരു സ്ഥാനം അല്ലെങ്കിൽ എല്ലായിടത്തും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു
നല്ല പോസിറ്റീവായിട്ട് നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എതിർ സ്ഥാനാർത്ഥി ബിനിഷാജിയാണ്. അത് പഞ്ചായത്ത് മെമ്പറായിട്ട് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ്, സുഹൃത്താണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ നിന്ന് തഴക്കവും പഴക്കമുള്ള ഒരാൾ എതിർ സ്ഥാനാർത്ഥി ആകുന്നതിൽ ആശങ്കയുണ്ടോ? ഇല്ല, എനിക്കൊട്ടും ആശങ്കയില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഞാനൊരു യങ്സ്റ്റർ ആയതുകൊണ്ട് എല്ലാ മേഖലയും എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ എതിർ സ്ഥാനാർത്ഥി നല്ലൊരു സ്ഥാനാർത്ഥി തന്നെയാണ്. 16-ാം വാർഡ് മെമ്പറായിരുന്നു. എൻ്റെ ഇടവകക്കാരിയാണ്. ഞാൻ മണതുരുത്തിപ്പള്ളി ഇടവകയാണ്. ഞങ്ങൾ ഒരുമിച്ച് ആയിരുന്നു നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ഥാനാർത്ഥി ആയിട്ടുണ്ട്, അപ്പോൾ അവിടെ നിന്നും ഈ സ്ഥാനാർത്ഥിയാണെന്നുള്ളൊരു കാര്യം നമ്മളിങ്ങനെ സൂചനകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, കൺഗ്രാജുലേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുഹൃത്തുക്കളായതുകൊണ്ടാണ്. അപ്പോൾ നല്ലൊരു സ്ഥാനാർത്ഥി തന്നെയായിരുന്നു ആണ് എനിക്ക് ഓപ്പോസിറ്റ് വന്നിരിക്കുന്നത്. യൂത്തിന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ യങ്സ്റ്റേഴ്സാണ് കൂടുതൽ മത്സരരംഗത്തേക്ക്, അതായത് മത്സരരംഗത്തേക്ക് യങ്സ്റ്റേഴ്സിനെ കൂടുതൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമൊക്കെ എല്ലാ മുന്നണികളുടെയും ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ ഒരു പ്രതീക്ഷ അവർക്കും ഉണ്ടാകും. നിങ്ങളും ഈ യൂത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ വിമൻ ഓറിയന്റഡ് ആയിട്ട് എന്ത് ചെയ്യാം എന്നൊരു ധാരണ ഇപ്പോൾ ആനുണ്ടായിട്ടുണ്ടാവും. എന്താണ് ആൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായാൽ ആദ്യം ഇംപ്ലിഫൈ ചെയ്യുന്ന അങ്ങനെ മനസ്സിലുള്ളൊരു പദ്ധതി എന്താണ്? യുവാക്കളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതായിരിക്കും. കാരണം ഇപ്പം തന്നെ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആൾക്കാർ, യുവാക്കൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ശരി, ഇനി രാവിലെയിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ, അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? നാലാമത്തെ പെഗിൽ
രാവിലെയിലേക്ക് തിരികെ വരുമ്പോൾ തുടക്കം തന്നെ നമ്മൾ സംസാരിച്ചിരുന്നു ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന്. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. കേരള തീരത്ത് മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തമാകാൻ ഉള്ള സാധ്യതയുണ്ട്. കന്യാകുമാരി കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതാണ് മഴ ശക്തമാകാൻ കാരണം. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മൂന്നാർ ടൗണിലും ഇക്കാനഗർ അടക്കമുള്ള പരിസര പ്രദേശങ്ങളിലും തെരുവ് നായ ശല്യം രൂക്ഷം. രാപ്പകൽ വ്യത്യാസമില്ലാതെ നായ്ക്കൾ അലഞ്ഞു നടക്കുന്ന സ്ഥിതിയുണ്ട്. കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും തെരുവ് നായയുടെ കടിയേറ്റിരുന്നു. വിനോദസഞ്ചാരികളടക്കം ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന മൂന്നാർ ടൗണിലും ഇക്കാനഗർ അടക്കമുള്ള പരിസര പ്രദേശങ്ങളിലും തെരുവ് നായ്ക്കൾ വിഹരിക്കുകയാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ നായ്ക്കൾ വിലസാൻ തുടങ്ങിയതോടെ ആളുകളിൽ ഭീതിയും വർദ്ധിച്ചു. കാൽനടയാത്രികർ ഭയപ്പാടോടെയാണ് സഞ്ചരിക്കുന്നത്. നായ്ക്കൾ ഇരുചക്ര വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നത് അപകട സാധ്യത ഉയർത്തുന്നു. കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും തെരുവ് നായയുടെ കടിയേറ്റിരുന്നു. പലപ്പോഴും കൂട്ടമായി നടക്കുന്ന തെരുവ് നായ്ക്കൾ കൂടുതൽ അക്രമകാരികളാകുന്നു. തുരത്തിയോടിക്കാൻ ശ്രമിച്ചാൽ പിന്തിരിയാതെ ആളുകൾക്ക് നേരെ പലപ്പോഴും കൂട്ടമായി നടക്കുന്ന നായ്ക്കൾ പാഞ്ഞെടുക്കുന്നു. സ്ത്രീകളും പ്രായമായവരും കുട്ടികളും ഒക്കെയാണ് തെരുവുനായ ശല്യം വർദ്ധിച്ചതിന്റെ പ്രയാസം കൂടുതലായി അനുഭവിക്കുന്നത്. ഇക്കാനഗർ മേഖലയിൽ നായ്ക്കളെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടുവെന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം സഞ്ചാരികൾ വന്നു പോകുന്ന പ്രദേശമെന്ന നിലയിൽ മൂന്നാറിലെ തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 മൂന്നാർ. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പട്ടാമ്പിയിൽ ഡയാലിസിസ് സെന്റർ യാഥാർത്ഥ്യമായി. ഡയാലിസിസ് ചികിത്സയ്ക്ക് സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവർക്കും പലതരം പ്രതിസന്ധിയിലുള്ളവർക്കും സഹായമാകുന്നതാണ് ഈ കേന്ദ്രം. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ പട്ടാമ്പി ഡയാലിസിസ് കേന്ദ്രം നാടിന് സമർപ്പിച്ചു. MLA ഫണ്ടിൽ നിന്ന് 1.23 കോടി രൂപ ചെലവഴിച്ചാണ് 2 നിലകളിലായി അത്യാധുനിക സൗകര്യങ്ങളോടെ കെട്ടിടം നിർമ്മിച്ചത്. ഉപകരണങ്ങളും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കി വിദഗ്ധ സമിതിയുടെ അനുമതി ലഭിച്ചതോടെയാണ് ഡയാലിസിസ് സെന്റർ പ്രവർത്തനം തുടങ്ങുന്നത്. മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഒട്ടേറെ പ്രതിസന്ധികൾ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. താലൂക്ക് ആശുപത്രി സന്ദർശന വേളയിൽ ഞാൻ സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രികൾ സന്ദർശിക്കുമ്പോൾ പട്ടാമ്പിയിൽ എത്തിയിരുന്നു. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട MLAയുടെ ആസ്തി വികസന ഫണ്ട്, അതോടൊപ്പം മുനിസിപ്പാലിറ്റി പ്രോജക്റ്റ് ഫണ്ട്, സ്പോൺസർ ഫണ്ടും ഒക്കെ ഉപയോഗിച്ചാണ് 21 ലക്ഷത്തി ചില്വാനം രൂപ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രവൃത്തി അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. 2 ഷിഫ്റ്റുകളിലായാണ് ആദ്യഘട്ടം ഡയാലിസിസ് നടത്തുക. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ രജിസ്റ്റർ ചെയ്ത രോഗികളുടെ മുൻഗണനാക്രമം അനുസരിച്ചായിരിക്കും ഡയാലിസിസ്. 10 കിടക്കകൾ ഉണ്ടെങ്കിലും 8 യന്ത്രങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ യന്ത്രങ്ങൾ ഉടൻ എത്തിക്കും. 2023 ഡിസംബർ പകുതിയോടെ ഡയാലിസിസ് കേന്ദ്രം തുറക്കുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും യന്ത്രങ്ങൾ എത്താതിരുന്നതോടെ വൈകുകയായിരുന്നു. ന്യൂസ് 18 പട്ടാമ്പി. ഇനി പട്ടാമ്പിയിൽ നിന്ന് തന്നെയുള്ള സന്തോഷകരമായ കൗതുകമുണർത്തുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിൽ കോൽക്കളിയിൽ 1ാം സമ്മാനം ലഭിച്ചതോടെ ഗുരുവിന് ചുറ്റും കോൽക്കളി നടത്തി ആഹ്ലാദം പങ്കിടുകയാണ് വിദ്യാർത്ഥികൾ. നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് സന്തോഷം പങ്കുവച്ചത്. ഇവിടുത്തെ കുട്ടികളെ 17 വർഷമായി കോൽക്കളി പരിശീലിപ്പിക്കുന്നത് മജീദ് ഗുരുക്കളാണ്. 3 മാസം നീണ്ട ചിട്ടയായ പരിശീലനം. വേദിയിലെ ഉറച്ച ചുവടുകൾക്ക് ശേഷം ജനതാ ടീം ഫസ്റ്റ് A ഗ്രേഡ് നേടി ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. മജീദ് ഗുരുക്കൾ പരപ്പനങ്ങാടിയാണ് വർഷങ്ങളായി ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്. വിജയിച്ചതോടെ കലോത്സവ മുറ്റത്ത് ഗുരുവായ മജീദ് ഉസ്താദിന് ചുറ്റും കോൽക്കളി അവതരിപ്പിച്ചാണ് വിദ്യാർത്ഥികൾ വിജയാഹ്ലാദം പങ്കിട്ടത്. പരപ്പനങ്ങാടി സ്വദേശി മജീദ് ഗുരുക്കൾ 35 വർഷമായി കോൽക്കളി രംഗത്ത് സജീവമാണ്. 17 വർഷമായി ജനതാ സ്കൂളിൽ വിദ്യാർത്ഥികളെ കോൽക്കളി പരിശീലിപ്പിക്കുന്നുണ്ട്. പരിശീലനത്തിന്റെ ഫലം നൽകിയ വിദ്യാർത്ഥികളോടുള്ള വിശ്വാസവും മജീദ് ഉസ്താദ് പങ്കുവച്ചു. ഈ കോൽക്കളി രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ 17 വർഷമായി. തുടർച്ചയായിട്ട് 17 വർഷം ഞാൻ പഠിപ്പിച്ചു വരുന്നത്. പിന്നെ കുട്ടികളുടെ പരിശീലനമാണ്. കാരണം 3 മാസം വെച്ച് പഠിച്ച് എടുത്ത കുട്ടികളാണ്. ആ 3 മാസം കണ്ടിന്യൂ ആയിട്ട് സ്ഥിരം അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വേണ്ടിയാണ് ഇത്ര നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞത്. പരിമിതികൾ ഏറെയുണ്ടായിട്ടും പരിശീലനത്തിനും പതറാതെയുള്ള പ്രകടനത്തിനും അധ്യാപകരും ഒപ്പം കൂടിയപ്പോൾ ജനതാ സ്കൂളിന് ഇത് മധുര നേട്ടമായി. ഇനി ജില്ലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മജീദ് ഉസ്താദും 12 പ്രതിഭകളും. ന്യൂസ് 18 പട്ടാമ്പി.
കാസർഗോഡ് ചീമേനി നാലിലാംകണ്ടം ഗവൺമെന്റ് UP സ്കൂളിൽ വർഷത്തിലൊരിക്കൽ നടക്കുന്ന ജനകീയ ഉത്സവമാണ് നെല്ലിക്ക മഹോത്സവം. നിറയെ നെല്ലിക്ക മരങ്ങളുള്ള സ്കൂളിലെ നെല്ലിക്ക വിളവെടുപ്പ് കുട്ടികൾക്ക് ഉത്സവമാണ്. അഞ്ച് ഏക്കറുള്ള സ്കൂൾ വളപ്പിൽ നിറയെ കായ്ക്കുന്ന 5 നെല്ലിമരങ്ങളുണ്ട്. 40 വർഷത്തിലേറെയായി ഇവ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും ആഘോഷമായുള്ള വിളവെടുപ്പ് തുടങ്ങിയിട്ട് 22ാം വർഷമാണ്. PTA കമ്മിറ്റി അംഗങ്ങളായ M. ഹരീശ്വരൻ, രാജീവൻ, A. ശ്രീകാന്ത്, PP മണി എന്നിവരാണ് മരത്തിനു മുകളിൽ കയറി നെല്ലിക്ക ഉതിർത്തിട്ടത്. അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ചേർന്ന് വൃക്ഷച്ചുവട്ടിൽ തുണി വിരിച്ച് നെല്ലിക്ക മുഴുവൻ ശേഖരിക്കുകയും ചെയ്തു. മുഴുവൻ കുട്ടികൾക്കും വിളവെടുപ്പിൽ പങ്കാളികളായ രക്ഷിതാക്കൾക്കും നെല്ലിക്ക വിതരണം ചെയ്തു. മറ്റെങ്ങും എവിടെയും കാണാത്ത രീതിയിൽ നമ്മുടെ സ്കൂൾ ഗ്രൗണ്ട് മുഴുവൻ 5-6 ഏക്കറോളം വരുന്ന സ്കൂൾ ഗ്രൗണ്ടിനകത്ത് പകുതിയോളം തന്നെ നമുക്ക് പറയാൻ പറ്റും നെല്ലിമരങ്ങളാൽ സമ്പുഷ്ടമാണ്. ആ നെല്ലിമരങ്ങളൊക്കെ ഓരോ വർഷവും നിറഞ്ഞ് കായ്ക്കുകയും അത് പറിച്ചെടുക്കുക ഒരു ആഘോഷമാക്കി തന്നെ അത് നാട്ടുകാരുടെയും PTA അംഗങ്ങളുടെയും അധ്യാപകരുടെയൊക്കെ കൂട്ടായ്മയോടുകൂടി അത് പറിച്ചെടുക്കുകയും സ്കൂളിനകത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആ ദിവസം അവിടെ എത്തുന്ന എല്ലാ നാട്ടുകാർക്കും അത് നൽകുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഈ സ്കൂളിനകത്ത് എല്ലാ വർഷവും നടന്നു വരികയാണ്. കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും നെല്ലിക്ക മഹോത്സവത്തിന്റെ പ്രത്യേകതയാണ്. വിശാലമായ ജൈവ വൈവിധ്യ പാർക്കുള്ള സ്കൂളിൽ അപൂർവ ഇനം വൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളുമുണ്ട്. വിവിധ ഫലവൃക്ഷങ്ങളാലും സമൃദ്ധമാണ് സ്കൂൾ ക്യാമ്പസ്. പ്രധാന അധ്യാപകൻ VV മാധവൻ, PTA പ്രസിഡന്റ് MV സന്തോഷ്, മദർ PTA പ്രസിഡന്റ് A. ശൈലജ, KM കുഞ്ഞിക്കണ്ണൻ, V. രാഘവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് 18 ചീമേനി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രശസ്തമായ മുറജപം നാളെ മുതലാണ്. 56 ദിവസത്തെ ചടങ്ങുകൾ ജനുവരി 14 നടക്കുന്ന ലക്ഷദീപത്തോടെ സമാപിക്കും. 6 വർഷത്തിലൊരിക്കലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം നടക്കുന്നത്. നാളെ വന്ദേ പത്മനാഭം എന്ന സാംസ്കാരിക പരിപാടിയിൽ ചലച്ചിത്ര താരം റാണ ദഗപതി പങ്കെടുക്കും. വേദം, മുറജപം എന്നാൽ വേദജപം. ഋത്, യജുർ, സാമവേദങ്ങൾക്ക് പുറമെ അർദ്ധവേദ പാരായണവും ഇത്തവണയുണ്ടാകും. 8 ദിവസം 7 മുറകളിലായി 56 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് മുറജപം. വേദമന്ത്രജപവും സഹസ്രനാമജപവും പത്മതീർത്ഥക്കുളത്തിൽ ജലജപവും നടക്കും. ജപത്തിനൊടുവിൽ മുറശീവേലി. മുറജപത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭരണസമിതി. 2026 ജനുവരി 14 നടക്കുന്ന ലക്ഷദീപം എന്തുകൊണ്ടും നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയൊക്കെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും സർവോപരി ജനങ്ങളുടെ സുഗമമായുള്ള ജീവിതത്തിനും ഒരു വഴി തുറക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അത് ശ്രീപത്മനാഭസ്വാമിയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകുക എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മുടെ ഈ വലിയൊരു ഒരു ചടങ്ങിന് തുടക്കം കുറിക്കുന്നത്. ശൃംഗേരി, ഉടുപ്പി, ഉത്രാദിമഠം, കാഞ്ചീപുരം എന്നീ മഠങ്ങളിൽ നിന്ന് സന്യാസിമാർ മുറജപത്തിൽ പങ്കെടുക്കാനെത്തും. ജനുവരി 14 7ാം മുറയിൽ ലക്ഷദീപത്തോടുകൂടി മകരശീവേലി നടക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം തൈക്കാട് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ കസ്റ്റഡിയിലെടുത്ത പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി. കേസിൽ 6ഉം 7ഉം പ്രതികളാണ് അറസ്റ്റിലായ ജഗതി സ്വദേശികളായ സന്ദീപും അഖിലേഷും. അക്രമി സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന ശേഷിക്കുന്നവർക്കായി അന്വേഷണം തുടരുന്നതായി കന്റോൺമെന്റ് പോലീസ് അറിയിച്ചു. അലനെ ആക്രമിച്ച സംഘത്തിന് ക്രിമിനൽ പശ്ചാത്തലമുള്ളതായി പോലീസ് സ്ഥിരീകരിച്ചു. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ അച്ഛൻ ഡൊണാൾഡ് ട്രംപിന് പിന്നാലെ ന്യൂയോർക്ക് ഗവർണർക്കെതിരെ ആഞ്ഞടിച്ച് മകൻ എറിക് ട്രംപ്. സൊഹ്റാൻ മംദാനി ഇന്ത്യക്കാരെ വെറുക്കുന്നുവെന്നാണ് ആരോപണം. മംദാനിയുടെ ഭരണത്തിന് കീഴിൽ ന്യൂയോർക്കിന് ലോകത്തിലെ ഏറ്റവും മഹത്തായ നഗരമെന്ന ഖ്യാതി നഷ്ടമാകും. ഒരു സോഷ്യലിസ്റ്റും കമ്മ്യൂണിസ്റ്റുമായ മംദാനി കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ നശിപ്പിക്കുമെന്നും എറിക് പറഞ്ഞു. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം. And there's no place in the world that could compete against New York City, right? No one could compete against New York City, and yet, then you have a socialist, you have a communist, however you want to label him, who wants to nationalize grocery stores and wants to arrest Netanyahu, hates the Jewish people, hates the Indian population, wants to defund the law enforcement, and you know what that's going to cause.
It's so sad. All these people need to do is focus on safe streets, clean streets, reasonable taxes, and these cities will thrive on their own without government intervention. മാധ്യമപ്രവർത്തകനായിരുന്ന ജമാൽ ഖഷോഗിയുടെ കൊലപാതകത്തിൽ ആരോപണ വിധേയനായ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ പ്രതിരോധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൌസിൽ ഇരുവരും മാധ്യമങ്ങളെ കാണുമ്പോഴാണ് ഖഷോഗിയുടെ കൊലപാതകത്തെക്കുറിച്ച് ചോദ്യമുയർന്നത്. ക്ഷുഭിതനായ ട്രംപ് മുഹമ്മദ് ബിൻ സൽമാന് സംഭവത്തെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നുവെന്നും അതിഥിയെ അവഹേളിക്കരുതെന്നും പ്രതികരിച്ചു. ഖഷോഗിയുടെ മരണം സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്നാണ് മുഹമ്മദ് ബിൻ സൽമാന്റെ പ്രതികരണം. 2018 രാജകുടുംബവുമായി അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അമേരിക്കയിലേക്ക് പോയ ജമാൽ ഖഷോഗി അതേ വർഷം ഒക്ടോബർ 2-ന് തുർക്കിയിലെ സൗദി എംബസിയിലെത്തിയിരുന്നു. അവിടെ വെച്ച് മുഹമ്മദ് ബിൻ സൽമാന്റെ നിർദ്ദേശപ്രകാരം സൗദി ഏജന്റുമാർ കൊലപ്പെടുത്തിയെന്നാണ് CIA അടക്കം റിപ്പോർട്ട് ചെയ്തത്. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്, സ്പെഷ്യൽ ഡേയിലേക്ക്. പട്ടാഴി സ്വദേശി അയണിവിള വീട്ടിൽ ഉമാനന്ദന്റെ പിറന്നാളാണിന്ന്. ആശംസകൾ അറിയിച്ചിരിക്കുന്നത് മക്കളും കുടുംബവുമൊക്കെയാണ്. ഉമാനന്ദന് ന്യൂസ് 18ന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. പള്ളിപ്പുറം സ്വദേശികളായ സംഗീതിന്റെയും നീതുവിന്റെയും മകൻ എയ്ഡൻ നിയോയുടെ 1ാം പിറന്നാളാണിന്ന്. ആശംസകൾ അറിയിച്ചിരിക്കുന്നത് മാതാപിതാക്കളായ സംഗീതും നീതുവുമാണ്. ഞങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അരുൺ പള്ളിപ്പുറത്തിന്റെ സഹോദരിയുടെ മകനാണ് എയ്ഡൻ. എയ്ഡന് ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. അങ്ങനെ ഇന്നത്തെ രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പെട്രോൾ. നമസ്കാരം.